യെസ്, എല്ലാവർക്കും വെൽക്കം TRP പോഡ്കാസ്റ്റിലേക്ക്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഷോ ആണ്, TRP സ്പെഷ്യൽ. ഇന്ന് TRP സ്പെഷ്യലിൽ നമ്മൾ കവർ ചെയ്യുന്നത് നമ്മുടെ ലിവർപൂൾ മാനേജറായിട്ടുള്ള ആന്റണി ഇറയോളയുടെ ഒരു അനാലിസിസ്. ആളുടെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആളുടെ പ്ലേയിങ് കരിയർ മുതൽ ഇപ്പോൾ ലിവർപൂളിൽ എത്തി, കോച്ചിങ് കരിയർ തുടങ്ങി, ഇപ്പോൾ പ്രീ സീസണിൽ വന്ന് ഇപ്പൊ ആദ്യത്തെ ഫ്രണ്ട്ലി മാച്ചും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു ഇതില് അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ അതില് എങ്ങനെയാ കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്നു വന്ന ഇറയോള മുതൽ മാനേജറായി വരുന്ന കാര്യങ്ങളും അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറയും. അതുപോലെ ഏതൊക്കെ മാനേജർമാരാണ് ആളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഫുട്ബോൾ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങളും എന്ത് മാനേജ്മെന്റ് സ്റ്റൈലാണ് ആള് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതിന്റെ കീ ആയിട്ടുള്ള ഒരു കരിയറിന്റെ ആ ഒരു തുടക്കം മുതൽ വന്നു തുടങ്ങി ലിവർപൂളിൽ എത്തുന്നവരെ. ബോൺമൗത്തിലാണ് നമ്മുടെ പ്രീമിയർ ലീഗ് ഫാൻസിന് കൂടുതൽ അറിയാം, പക്ഷെ അതല്ലാണ്ടുള്ള ഒരു ഇറയോളയുണ്ട്, അതും നമ്മൾ ഇതില് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ എന്നിട്ട് ആ ടാക്ടിക്സ് ഇപ്പൊ സ്പാനിഷ് ലീഗില് വെച്ചിട്ടുള്ള ടാക്ടിക്സ് ഉണ്ട്, അത് ബോൺമൗത്തിലേക്ക് കൊണ്ടുവന്നു, അത് പിന്നെ കുറച്ചൊന്ന് അഡാപ്റ്റ് ചെയ്തു പ്രീമിയർ ലീഗിന് വേണ്ടി. അങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പറഞ്ഞു വന്ന് നമ്മളിന്ന് ലിവർപൂളിന്റെ സ്ക്വാഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ലിവർപൂളിന്റെ ട്രാൻസ്ഫേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ നമ്മൾ അതിൽ ജസ്റ്റ് പറഞ്ഞു പോയി എങ്ങനെയായിരിക്കും ഇറയോളയുടെ പ്ലേയേഴ്സ് കളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയെങ്കിലും അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്ലെയറും ഓരോ പൊസിഷനും സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ പ്രസ്സിങ്ങിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ വരിക, ഇന്ന പ്ലേയേഴ്സിനെ വെച്ച് ഏത് രീതിയിൽ കളിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഷോ ആയിരിക്കും ഇത്. അപ്പൊ ഇറയോളയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതോടുകൂടി മനസ്സിലാവും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രീ സീസൺ ഫ്രണ്ട്ലികൾ അനലൈസ് ചെയ്യാം. അതിൽ നിന്ന് എങ്ങനെ മാറ്റം വന്ന് ആ ട്രെയിനിങ് മെത്തേഡ്സും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് മാച്ച് ന്യൂകാസിൽ ആയിട്ടുള്ള ഫസ്റ്റ് മാച്ചിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ സ്റ്റൈൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അതിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. അപ്പോ നമുക്ക് അങ്ങനെയുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് ഇന്നത്തെ ഈ സ്പെഷ്യലിൽ ഉള്ളത്. അപ്പോ അതിൽ ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞ പോലെ ഇറയോളയുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, മറ്റേ ആർട്ടെറ്റയുടെ ഒപ്പം ഒക്കെയുള്ള ഫോട്ടോസ് നമ്മൾ കണ്ടിരുന്നു. അലോൺസോ, ആർട്ടെറ്റ, ഇറയോള ഇവർ ഒരുമിച്ച് കുട്ടിക്കാലം സ്പെൻഡ് ചെയ്ത കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോ അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ഓബിൻ ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഓബിൻ ഇവരെ ആ ഫോട്ടോ കണ്ടപ്പോ മുതൽ ഓബിൻ അതിന്റെ പിറകെയായിരുന്നു ഫോട്ടോ. ഇത് എവിടുന്നാണ് നമുക്ക് ഈ ഫോട്ടോ വന്നത്, ഇവരെവിടുന്ന്? അപ്പൊ അത്രയും ബാക്കിലേക്കൊക്കെ പോയി ഓബിൻ കുറെ അന്വേഷിച്ച് നടന്ന് എത്തിയിട്ടുണ്ട്. ഓബിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സോ സുദീപ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇറയോള ലിവർപൂൾ മാനേജറായി വരുമ്പം ന്യൂസിൽ കണ്ട ഒരു വലിയൊരു കാര്യമാണ് ഈ ബാസ്ക് കൺട്രി, സ്പെയിനിൽ നിന്നുള്ള ബാസ്ക് കൺട്രിയിൽ നിന്ന് 3 പ്രീമിയർ ലീഗ് മാനേജേഴ്സ് നമുക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത്. സാബി അലോൺസോ, ആർട്ടേറ്റ, ഇറയോള. അവിടെ നിന്നാണ് ഇപ്പൊ ബാസ്ക് കൺട്രി എന്നുള്ളത് പലപ്പോഴും പല കാലത്തായിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത്ലറ്റിക് ബിൽബാവോ എന്ന ക്ലബ്ബ്, ബാക്കി ഏതൊരു ക്ലബിനും ഹൈസ് ആൻഡ് ലോ ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ അപ്പൊ വിചാരിക്കുന്നത് ഓക്കെ, ഒരു ഓണർ വരും, ഒരു വലിയൊരു പ്ലെയറിനെ വാങ്ങും, വലിയൊരു മാനേജറിനെ കൊണ്ടുവരും, എന്നിട്ട് സംഭവം സക്സസ് ആവും. ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് ബ്രസീലിന് പോയിട്ട് ഒരു വണ്ടർ കിഡിനെ വാങ്ങാം, അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം അത് ഏത് ലീഗാണോ ആ നാട്ടിൽ നിന്നിട്ട് നമ്മള് ഒരു വലിയൊരു പ്ലെയറിനെ വാങ്ങുന്നു, ഇല്ലെങ്കിൽ നല്ല പ്ലെയേഴ്സിനെ വാങ്ങുന്നു, ഇല്ലെങ്കിൽ മാറ്റി വാങ്ങുന്നു. ആ ഒരു ഓപ്ഷൻ ഉണ്ട് എല്ലാ ക്ലബിനും. അങ്ങനെ ഇല്ലാത്ത ഒരു ക്ലബാണ് ബിൽബാവോ. അത് ബാനോ വേറെ കാരണങ്ങളും കൊണ്ടല്ല, സ്വന്തമായിട്ട് അവർ തീരുമാനിച്ചാണ് ഞങ്ങളെ ക്ലബിൽ കളിക്കുന്നവരെല്ലാവരും ബാസ്ക് കൺട്രിയിൽ ജനിച്ച് വളർന്ന് ഐഡന്റിറ്റി ഉള്ളവരാണ് എന്നുള്ളത്. സോ അത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ പറഞ്ഞ 3 പ്ലസ് ഉനായ് എംറി, ലോപ്റ്റുഗി, അങ്ങനെ കുറെ നോക്കുമ്പോൾ കുറെ മൾട്ടിപ്പിൾ ലീഗ് വിന്നേഴ്സ് ഉണ്ട്. അതായത് ആർസണൽ, അതായത് പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിന്നർ ബാസ്ക് എന്നാണ്. ലെവർകൂസനില് ജയിച്ച സാബി അലോൺസോ ബാസ്ക് എന്നാണ്. യൂറോപ്പ ലീഗ് സ്വന്തമാക്കി കൊണ്ട് നടക്കുന്ന ഒരു ഉനായ് എംറി ബാസ്ക് എന്നാണ്. ബാർസയുടെ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഏർണസ്റ്റ് ചെയ്തത് അത്ലറ്റികോ ബിൽബാവോയിലെ മാനേജറാണ്. സോ ആ ഒരു ഫുട്ബോളിംഗ് ഐഡന്റിറ്റി കൊണ്ട് നടക്കുന്ന ഒരു നാട്ടുകാര്, അവരെ സംബന്ധിച്ചോളം
സ്കിൽ എല്ലാ ബേസിക് ഫാക്ടർ പല സമയത്തും അത്ലറ്റിക്കോ ബിൽബാവിൽ പോയിട്ട് അവരുടെ ഏതൊരു മാനേജറാണ് ഏതൊരു സീസൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ എൻറ്റയർ സാധനം ഇത് ഞങ്ങളുടെ ക്ലബ്ബ്. നമ്മൾ പല ഫുട്ബോൾ പ്ലേയേഴ്സും ഇങ്ങനെ ഒരു ബാഡ്ജ് കിട്ടി ഇങ്ങനെ ആക്കി പോകുന്ന കുറെ സെലിബ്രേഷൻ നമ്മൾ കാണാറുണ്ട്. ചിലത് PR ആയിരിക്കാം, ചിലത് ഇഷ്ടം കൊണ്ടായിരിക്കാം. ആ അവരിൽ നിന്നെല്ലാം ഇറയോളനെ കൂടെ ആ ബാസ് കൺട്രിയിൽ നിന്ന് എല്ലാവരും വ്യത്യസ്തമാക്കുന്നത് അവർക്കിതൊരു ഐഡന്റിറ്റിയാണ്. ഞങ്ങൾ കളിച്ചാലേ ഈ ക്ലബ്ബ് നിലനിൽക്കൂ, ഞങ്ങൾ പൊരുതി നേടിയാലേ ഇത് മുന്നോട്ട് പോകൂ എന്നുള്ളത്. ലാലിഗയിൽ ഇതുവരെ അവര് റെലിഗേറ്റ് ആയിട്ടില്ല അവരുടെ ചരിത്രത്തില്. സോ അത്രയും കാലം ഈ ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 മില്യൺ ആൾക്കാരെങ്ങാനുള്ള ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവര് എപ്പോഴും ഒരു ടീം എന്ന രീതിയിൽ കൊണ്ടെടുക്കും. നമ്മളിപ്പം സ്വരൂപിനും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സ്പാനിഷ് ഇവര് 4 പേരും സ്പാനിഷ് ആണ്. അപ്പോ എനിക്ക് സ്പാനിഷ് പ്ലേയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്ക് സ്പാനിഷ് ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടും അറിയാം. സ്പെയിൻ നാഷണൽ ടീമിൽ നോക്കുകയാണെങ്കിൽ തന്നെ റിയൽ മാഡ്രിഡ് ബാഴ്സ പോലെയുള്ള 2 ടീമുകളിൽ നിന്ന് കൂടുതൽ പ്ലേയേഴ്സ് ഉണ്ടായിരുന്ന സമയത്തും ഈ സ്പെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടുഗദർനെസ് നല്ലോണം എപ്പോഴും ഉള്ള ആസ് എ ടീം വരുമ്പോ ടീമാണ് വലുത്. അപ്പൊ ആ പറയുന്ന ക്ലബ് ഫുട്ബോളിൽ വരുന്ന ഈ റൈവലറി ഒന്നും അവരുടെ മനസ്സിൽ വരില്ല. അതാണ് ഇവരുടെ ക്യാരക്ടർ. ഈ പറഞ്ഞ പോലെ ആർട്ടിറ്റയുടെ കേസും ഇവരുടെ എല്ലാവരുടെ കേസ് പറഞ്ഞ പോലെ ഒരു മാച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീമായി നിൽക്കുമ്പോൾ എല്ലാരും കൂടി ഒരുമിച്ച് ഒരു ഒറ്റ ടീമാണ്. സ്പെയിൻ നാഷണൽ ടീം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവർക്ക് അവരുടെ ക്ലബിലെ പ്ലേയേഴ്സിനെ ഒരുമിച്ച് നിർത്താനായിട്ടുള്ളൊരു ഇതുണ്ടാവുക. അത് ആ ക്യാരക്ടർ നമുക്ക് ഈ 4 കോച്ചസിന്റെ ഇതിലും കാണാം, സിസ്റ്റത്തിലും കാണാം. അപ്പം അവിടെ നിന്ന് വളർന്ന് വന്ന ഇറയോള തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈവൻ നമ്മൾ ആർട്ടറ്റിനെ പല സമയത്തുകളായിട്ട് കളിയാക്കി കൊണ്ടിരിക്കുന്നതാണെങ്കിലും ആർട്ടറ്റിന്റെ ഓരോ മറ്റേ ടീം ടോക്ക് ഉണ്ടാവുമല്ലോ ആമസോൺ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാളല്ല, നിങ്ങൾ ഒരു ടീമാണ്, നിങ്ങൾ ഒരു ടീമായിട്ട് വളർന്നാല് എന്തെങ്കിലും എത്തിപ്പെടാൻ പറ്റും, എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ഒരു സാധനം അവർക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു കൾച്ചറൽ വാല്യൂ ആണ്. അവിടെയാണ് ഇറയോള അല്ലെങ്കിൽ ബാസ് കൺട്രി പ്ലേയേഴ്സ് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന മാനേജേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ ആർട്ടറ്റയുടെ കാര്യവും കൂടി പ്രധാനപ്പെട്ട. കാരണം ഇപ്പോ പ്രീമിയർ ലീഗിലാണ്, പ്രീമിയർ ലീഗിന്റെ ലിവർപൂളും ഒക്കെ. അപ്പൊ അവിടേക്ക് അലോൺസോ വന്നു. ഇപ്പോ ആർട്ടറ്റ ഓൾറെഡി അവിടെ പ്രീമിയർ ലീഗിൽ ആധിപത്യം കാണിച്ചു കഴിഞ്ഞു, അവിടെ ലീഗ് ജയിച്ചു. അതുപോലെ അലോൺസോ ഇപ്പോ വന്നേക്കാണ്. ജർമ്മനിയില് ആണ് ലീഗ് ജയിച്ചത്, സ്പെയിനിൽ പോയി അവിടെ ലീഗ് ജയിക്കാൻ പറ്റിയില്ല. ആളുടെ ഫേവറേറ്റ് ക്ലബായിട്ടുള്ള ബാസ്ക് കൺട്രിയിലല്ല, അവിടെ റയൽ മാഡ്രിഡിലാണ് പോയത്. പക്ഷെ അതും വർക്കൗട്ട് ആയില്ല. പക്ഷെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്നേക്കുക അടുത്ത ബാസ്ക് മാനേജർ. അപ്പോ എങ്ങനെയാണ് ഇവരുടെ സ്റ്റൈലുകൾ, എങ്ങനെയാണ്, എന്താണ് തോന്നുന്നത്? അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആർട്ടറ്റയുടെ പോലെ അലോൺസോനും ഇവിടെ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലെ? പറയുന്നത് ശരിയാണ്. കാരണം ഇവന്മാർക്ക് സ്വരൂപ് പറഞ്ഞ പോലെ ടീമിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പോ ഈ ഒരു റിവെഞ്ച് വേറെ വേറെ ക്ലബിൽ കളിച്ചാലും കൺട്രി എന്ന് പറയുമ്പോൾ അവന്മാര് നല്ല യൂണിറ്റിയോടെ കളിക്കുന്നുണ്ട്. അപ്പോ ഇതുപോലെ തന്നെയാണ് അവിടെ നിന്ന് വരുന്ന മാനേജേഴ്സും. ആ ഒരു യൂണിറ്റിനെ കൊണ്ടുപോകാൻ അവർക്ക് അറിയും. ലൈക്ക് എസ്പെഷ്യലി ടീമിൽ വേറെ ലീഡേഴ്സ് വേണമെന്ന്, എന്താ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ എന്തായാലും ദർ ഷുഡ് ബി എ ലീഡർ. പക്ഷെ അത് പോരാഞ്ഞിട്ട് ലൈക്ക് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ ആ ഒരു ലീഡർഷിപ്പ് സ്കിൽ എന്തായാലും ഉണ്ടാവും. ടോക്ക് അബൌട്ട് എന്താ പറയാ, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടേ സംസാരിക്കുള്ളൂ. ഇന്ന പ്ലെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ആ പ്ലെയറിനെ ചുറ്റിയാണ് കളി നടക്കണമെന്നൊന്നുമല്ല. ആർക്കും ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കും. ഒരു ടീം ഗെയിം നമ്മൾ കണ്ടു. ആർട്ടറ്റയുടെ ഇതില് എടുത്തു പറയാൻ ആരുമില്ല, മൊത്തം ടീമായിട്ട് കളിച്ചിട്ടാണ് കപ്പടിച്ചിരിക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എവിടെയും കണ്ടിട്ടില്ല, ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് ആരും കണ്ടിട്ടില്ല. ഒരു ടീം ഗെയിമാണ് കളിച്ചത്. മറിച്ച് നേരെ ഉണൈ എമറി ആവട്ടെ അത്രത്തോളം പ്രോഗ്രസ് ചെയ്തു, യൂറോപ്പ ലീഗ് ചാമ്പ്യൻസ് വരെ ആയി. അപ്പോ ആ ഒരു യൂണിറ്റിനെ കൊണ്ടുപോകാൻ യുമാർക്ക് പറ്റും. സോ ഞാൻ ഇത് ചെൽസിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അലോൺസോ ക്യാൻ റിയലി എന്താ പറയാ, ആ ഒരു
പഴയ ഒരു ചെൽസിനെ കൊണ്ടുവരാൻ പറ്റും. ആ ഡ്രോഗ്ബയുടെ കാലഘട്ടത്തിലുള്ള ആ ഒരു ചെൽസിനെ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റും ടീം. അതായത് ഈ യൂണിറ്റിക്ക് എതിരെ എന്നുള്ളവരെ മാക്സിമം ദേ ആർ ട്രൈങ് ടു സെൽ. അപ്പോ എന്താ പറയാ, ഈ അച്ചടക്കത്തിന്റെ അകത്ത് വരാൻ പറ്റാത്ത പ്ലേയേഴ്സിനെ അവർ പുറത്തേക്ക് വിടുന്നുണ്ട്. ബാക്കിയുള്ള പ്ലേയേഴ്സിനെ അവിടെ തന്നെ നിർത്തിയിട്ട് അവർക്ക് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ 4 മാസ് മാനേജേഴ്സും ടോപ്പ് 4 ക്ലബ്സിൽ ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ ഉണ്ട്. അപ്പോ അവര് തമ്മിലുള്ള ഫൈറ്റ് തന്നെ അടിപൊളിയാവും. അതെ. അപ്പോ അല്ല, ഇത് ലൈക്ക് പുതിയ സീസൺ പറയുന്ന ഒരു ബാസ് ഡെർബി എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതെ, ഇതിപ്പോ എനിക്ക് തോന്നിയതേ, ഇപ്പോ ഉനേമറിയുടെ കാര്യം കൂടി പറഞ്ഞല്ലോ, ടീം സ്പിരിറ്റ് കൊണ്ടുപോകണതിന്റെ കാര്യം. ഇപ്പോ നമുക്ക് അനുഭവം ഉണ്ട്. എലിയട്ട് ഇവിടെ അൺഹാപ്പി ആയി അവിടെ പോയി കളിക്കാൻ പോലും പറ്റിയില്ല. എന്നിട്ടും ആള് ഭയങ്കര ആ ടീം ഒരു സ്പിരിറ്റ് ഒന്നും വിടാൻ്റെ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റി. ഈവൻ കളി മിനിറ്റ്സ് കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ടും ഒരു യൂണിറ്റ് ആയിട്ട് അവിടെ ഒരു സ്വാരസ്യം ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ഉനേമറിക്കും പറ്റി. ഇപ്പോ നോക്കുമ്പോ ഓബിൻ പറഞ്ഞ ഒരു ബാസ്ക്നെസ് അല്ലെങ്കിൽ ബാസ്ക് ക്വാളിറ്റി, ആ ഒരു കുറച്ച് പേരുള്ള ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ അവർക്കൊരു ടുഗദർനെസ് എന്തായാലും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമാണ്. അവരുടെ ഒരു ലൈഫിന്റെ ഒരു അത് കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ ചെറിയ കമ്മ്യൂണിറ്റീസ്, ക്ലോസ് കമ്മ്യൂണിറ്റീസ് നമ്മൾ നോക്കി അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നാണ് ഇവരുടെ ഒക്കെ ഒരു എന്താ തോട്ട് പ്രോസസ് എന്ന് പറയാം. അതായത് ടീം സ്പിരിറ്റ് ഉണ്ടാക്കുന്നുള്ളത് അവരുടെ ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. ടീമിന്റെ, അതായത് അവരുടെ കോച്ചിങ് സ്റ്റൈലിന്റെ ഒരു പ്രധാനപ്പെട്ട ഐഡിയോളജി അതായിട്ട് മാറുകയാണ്. അപ്പൊ ആ ഒരു സാധനം നമുക്ക് ഈ 4 പേരിലും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡില് അലോൺസോനെ പറ്റിയത് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു സൂപ്പർ സ്റ്റാറുകളുടെ ടീമായി പോയി. അങ്ങനെ ഒരു ടീം സ്പിരിറ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായിരിക്കാം. യെസ്. അപ്പൊ ഇനി നമുക്ക് റയോളയുടെ ഒരു ഇത് നോക്കാം. ജേർണി ഫ്രം പ്ലെയർ എന്നുള്ള രീതിയിലും ഒരു സ്റ്റൈല് വന്നതിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ റയോള ആരുടെയൊക്കെ കൂടെ പ്ലേയിങ് കരിയർ നോക്കിയാൽ കൂടുതലും 1 ക്ലബ് മാൻ തന്നെ പറയാം. അതായത് എല്ലാം അത്ലറ്റിക് ക്ലബിൽ തന്നെയായിരുന്നു. ലാസ്റ്റ് കരിയറിന്റെ അവസാനത്തെ ഭാഗത്താണ് ആള് മറ്റിവിടെ MLS പോയത് അല്ലെ. അതുവരെ ഫുള്ള് അത്ലറ്റിക് ക്ലബിൽ തന്നെയായിരുന്നു. ഈ മാനേജേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് മാനേജേഴ്സ് ഇപ്പോ അത്ലറ്റിക് ക്ലബ്ബ് പറഞ്ഞ പോലെ റെലഗേഷന്റെ അതിൽ സ്ട്രഗിൾ ഒക്കെ ചെയ്തിരുന്നു പലപ്പോഴും. പക്ഷെ റെലഗേറ്റ് ആയില്ല. നേരത്തെ ഓബിൻ പറഞ്ഞ പോലെ അവര് റെലഗേറ്റ് ആയില്ല. അപ്പൊ കുറെ മാനേജേഴ്സ്, എർണസ്റ്റ് വൽവേർഡെ അതുപോലെ അത് മാനേജറായിട്ട് 2 സ്റ്റിന്റിൽ ഉണ്ടായിരുന്നു. അതുപോലെ മെയിൻ മാനേജേഴ്സ് ഞാൻ പറയണ കുറെ മാനേജേഴ്സ് ഉണ്ടായിരുന്നു. ലൂയിസ് മെൻഡലിബാർ, യാവർ ക്ലെമന്റ്, ഫെലിക്സ് അരിഗ്വേറ്റെ, യോസെ മാനുവൽ, യോക്കിൻ കാപ്പാരോസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യോക്കിൻ കാപ്പാരോസിന്റെ കൂടെയാണ് കുറച്ചു കാലം, ഒരു 4 വർഷമൊക്കെ സ്റ്റേബിൾ ആയിട്ട് ആളുണ്ടായിരുന്നു. ആ സമയത്താണ് കോപ്പ ഡെൽ റേ ഫൈനലിലൊക്കെ എത്തിയത്. ആള് കുറച്ചും കൂടി ആളുടെ സ്റ്റൈല് കുറച്ചും കൂടി ഒരു സ്ട്രക്ചേർഡ് ആണ്, കുറച്ചുകൂടി ഹാർഡ് വർക്ക് ഉള്ള ടീമും ഒക്കെ. അവരെപ്പോഴും അങ്ങനെയുള്ള ടീമാണ്, എന്നാലും അങ്ങനെയുള്ള ടീമായിരുന്നു. അതിനുശേഷമാണ് 2011 ബിയൽസ വന്നിട്ടുള്ളത്. ബിയൽസ വന്നു കഴിയുമ്പോഴാണ് ആ ഒരു എവല്യൂഷൻ ശരിക്കും ഒരു ഇതിലേക്ക് വരണേ. ആളുടെ ഒരു അപ്പോഴേക്കും സീനിയർ പ്ലെയർ ആയി, ഏറ്റവും റെസ്പോൺസിബിൾ ഉള്ള പ്ലെയർ ആയിരുന്നു റയോള. ആ സമയത്ത് കറക്റ്റ് ഇങ്ങനെ ഒരു ഭയങ്കര ഇൻസ്പിറേഷണൽ, അല്ലെങ്കിൽ ആ സമയത്ത് ഒരു നമ്മൾ പറയാ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ന്യൂ ടൈപ്പ് ഓഫ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വന്ന ഒരു ഇതാണ് ബിയൽസ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിന്റെ. അപ്പോ ഭയങ്കര ഇന്റൻസിറ്റി കൂടിയ ഒരു സ്റ്റൈലും ഒക്കെ. അപ്പോ അതും അതിനു മുമ്പുള്ള മാനേജറുടെ ഹാർഡ് വർക്കിംഗ് സ്റ്റൈൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇവർക്ക് പ്ലേയേഴ്സിനെ അഡാപ്റ്റ് ചെയ്യാനും പറ്റി. അപ്പൊ അതിന്റെ കൂടെ ഇറയോളയ്ക്കും ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലെ. നമ്മൾ മാനേജേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മള് ഓക്കെ, എല്ലാ ഫുട്ബോളേഴ്സിനും അവരുടെ കോച്ചസ് ആരായിരുന്നോ, എക്സ്പെഷ്യലി ഒരു ബിഗർ ഫേമസ് കോച്ച് ഒക്കെ ആകുമ്പോൾ ആ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടാവും. പ്ലേയിങ് സ്റ്റൈൽ, ഓക്കെ ഞാനൊരു കോച്ച് ആവുകയാണെങ്കിൽ ഇതെനിക്ക് എടുക്കണം എന്നുള്ളത്. ഇറയോളനെ സംബന്ധിച്ചോളം ഇറയോളക്ക് പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോച്ചസ് ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഇറയോള ആസ് എ പ്ലെയർ, നമ്മളിപ്പം ഇറയോളയുടെ മെയിൻ എന്ന് പറയുന്നത്, ഇപ്പൊ സ്ലോട്ട് പോയിട്ട് ഇറയോള വരുമ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞത് യോഗൻ ക്ലോപ്പിന്റെ ഗീഗൻ പ്രസിംഗ് ഇല്ലെങ്കിൽ ആ ഹെവി മെറ്റൽ പ്രസിംഗ് അത് ഉണ്ടാവും എന്നുള്ളത്. അപ്പം തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്
ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് സീസൺ ആവുമ്പോഴേക്ക് ഇവര് പലരും ഇഞ്ചേർഡ് ആവും, ഇവർക്ക് ആർക്കും ഓടാൻ പറ്റൂല, മാനേജർ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതൊക്കെ. ഇറയോള അത് ആസ് എ പ്ലെയർ അത് ജീവിച്ച് തെളിയിച്ചതാണ്. ഇറയോളയുടെ ഫസ്റ്റ് സീസൺ മുതൽ 12 സീസൺ എങ്ങാനും കളിച്ചിട്ടുണ്ട് അത്ലറ്റിക് ബിൽബാവില്. അതിൽ 11 സീസണിലും ഹി പ്ലേഡ് മോർ ദാൻ 30 ഗെയിംസ്, 30 ലീഗ് ഗെയിംസ്. ആ റൈറ്റ് ബാക്ക് നിന്ന് കളിച്ച് റൈറ്റ് ബാക്ക്, അറ്റാക്കിംഗ് റൈറ്റ് ബാക്ക് ആയാലും തിരിച്ചു വന്ന് നിൽക്കുന്നതും 30 കളിയിൽ കൂടുതൽ എല്ലാ സീസണിലും കളിച്ചിട്ടുണ്ട്. ആ ഒരു ഫിലോസഫി ഏതൊരു പ്ലെയർ വന്നിട്ടും സ്ലോട്ട് വന്നപ്പോഴും ആദ്യം നമ്മൾ എല്ലാവരും വിചാരിച്ച സാധനമാണ് സല അല്ലെങ്കിൽ VVD പോയിട്ട് ഞാൻ ഇങ്ങനെ കളിക്കണം എന്ന് പറയാൻ നിനക്കെന്ത് അധികാരം? ആ പ്ലെയർ പവറിലേക്ക് എത്തുന്നില്ലെങ്കിലും അതായത് വാട്ട് ഡു യു ഹാവ് എന്നുള്ളത് ഇറയോളൊക്കെ പറയാൻ പറ്റും. ഞാൻ കളിച്ചിട്ടുണ്ട്, ഞാൻ 500-ൽ കൂടുതൽ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. എവറി ഇയർ എല്ലാ വർഷവും ഈ ലീഗ് മാച്ച് 38 കളി ലീഗ് മാച്ചിൽ 30-ൽ കൂടുതൽ കളി റൈറ്റ് ബാക്ക് ആയിട്ട് മുന്നിലും ഞാൻ ബാക്കോട്ടും പോയിട്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതും ഇപ്പോഴല്ല 10-15 വർഷം മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പോർട്സ് ഇത്രയും ഡെവലപ്പ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റൂല എന്ന് നേരിട്ട് ഒരാളുടെ ചോദിച്ചിട്ട് നിനക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എന്താ നമ്മൾ പറഞ്ഞല്ലോ, ജീവിച്ച് തെളിയിച്ച് വളർന്ന ഒരാൾക്ക് അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ സിഡാനൊക്കെ വന്ന് റയൽ മാഡ്രിഡിനെ നന്നാക്കും എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ സിഡാന് പറയാൻ പറ്റും ഞാനത് ചെയ്തിട്ടുണ്ട് ഈ ക്ലബിന്. അത്ലറ്റിക്കോനും പറയാൻ പറ്റും എനിക്ക് ഇവിടെ ഇങ്ങനെയാണ്, നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ ആസ് എ യൂത്ത് പ്ലെയർ ഞാൻ ഫസ്റ്റ് ടീമിലേക്ക് വരുമ്പോൾ എനിക്കിത് പറ്റുമോ, ഇതെന്റെ ഫസ്റ്റ് സീസൺ അല്ലേ? അതിന്റെ ആവശ്യമില്ല. എന്റെ ഫസ്റ്റ് സീസണിൽ ഞാൻ 30 കളി കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിനക്ക് പറ്റൂല? അത് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ ഹീസ് സ്റ്റിൽ യങ്, റൈറ്റ്? 40, 44, 43, 44 വയസ്സെങ്ങാനുള്ളൂ. അപ്പം അവനെ സംബന്ധിച്ചോളം ഇതാണ് പുതിയ ഗെയിം എന്ന് എനിക്ക് അറിയാം. ഇങ്ങനെയാണ് ഇനി മുതൽ ഗെയിം പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അധികം പേടിക്കണം. ആ ഓൾഡ് സ്റ്റൈലിൽ 70, 65, 70 വയസ്സായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇപ്പോഴത്തെ 18 വയസ്സുള്ളവരോട് സംസാരിക്കുമ്പോൾ ദർ ഇസ് എ ജനറേഷണൽ ഗ്യാപ്പ്. ഈവൻ ഫുട്ബോളിന്റെ കേസിൽ വരും വേറെ പ്ലേയിങ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ വേറെ ഒരു മാനേജറിയൽ സ്റ്റൈലാണ്. അപ്പം ഇയാളെ സംബന്ധിച്ചോളം കുറച്ചു കാലം മുന്നേ വരെ കളിച്ചിട്ടുണ്ടായി. 2015 റിട്ടയർ ചെയ്യുന്നത്. 15-16 റിട്ടയർ ചെയ്യുന്നില്ല. അപ്പം ആ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അപ്പൊ തന്നെ മാനേജർ റോളും കയറിയിട്ടുണ്ട്. സോ ഹി നെവർ വെന്റ് ഔട്ട് ഓഫ് ടച്ച്. ആ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ഇറയോള ഹി ക്യാൻ ആക്ച്വലി എങ്ങനെ കളിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പ്ലേയേഴ്സിനെ കൊണ്ട് കളിപ്പിക്കണം, യങ്ങർ പ്ലേയേഴ്സിനെ കൊണ്ട് എങ്ങനെ. അതാണ് ഈ ഇറയോളയുടെ അണ്ടറിലെ എല്ലാ സമയത്തും യങ്ങർ പ്ലേയേഴ്സ് നന്നായി കളിക്കുന്നത്. അതെ, ഈ ഇൻഫ്ലുവൻസ് എങ്ങനെയാന്നുള്ളത് എനിക്ക് നമുക്ക് പോകാം. അതായത് ബിയൽസയുടെ ഇൻഫ്ലുവൻസ്, ബിയൽസയുടെ ആ ഒരു പ്രസ്സിംഗ് സ്റ്റൈല് ഫുട്ബോൾ എങ്ങനെയാണ് ഇറയോള അതിലേക്ക് എത്തിയെന്നുള്ളത് ഗണേശിന് അതിൽ ആഡ് ചെയ്യാട്ടോ. എങ്ങനെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ഇറയോള വന്ന കാര്യവും, എങ്ങനെയാണ് പ്ലേയിങ് കരിയറിന് ശേഷം ആ ഒരു തിരിച്ച് ഇന്റൻസിറ്റി കൂടിയ ഒരു ഫുട്ബോളിലേക്ക് തിരിച്ചു വന്ന കാര്യമൊക്കെ അതിനെ കുറിച്ച് അതിൽ ആഡ് ചെയ്യാനുള്ളത്, ബിയൽസിന്റെ താഴെ കളിക്കുമ്പോഴാണ് ഈ ഒരു പ്രൊഫഷണൽ കോച്ചിങ്ങിലേക്ക് പോവാൻ താല്പര്യം വന്നത്. അതായത് ഇങ്ങനെ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ കണ്ടിട്ട് ഇംപ്രസ് ആയിട്ടാണ് കോച്ചിങ് സ്റ്റൈലിലേക്ക് കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് പോവാൻ തോന്നിയത്. അപ്പോ അതിന് കിട്ടിയ ഫസ്റ്റ് ചാൻസ് സിപ്രസിൽ ഒരു ക്ലബായിരുന്നു. ആ ക്ലബില് ആദ്യത്തെ വർഷം തന്നെ സിപ്രസിന്റെ അവിടുത്തെ സൂപ്പർ കപ്പ് അടിച്ചു. അതായത് ആ ബിയൽസിയുടെ അതേ സെയിം ക്വാളിറ്റി ഫുട്ബോള് കളിച്ച് ആ ഒരു ക്ലബിന്, അതായത് ഏത് ഡിവിഷനാണെന്ന് അറിയില്ല, സിപ്രസിലുള്ള ഒരു ക്ലബില് സൂപ്പർ കപ്പ് അടിച്ചു. അവരുടെ ഒരു ഇയർ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇയർ ആയ പിന്നെ എനിക്ക് തോന്നുന്നു അടുത്ത ക്ലബിലേക്ക് പോയി. സ്പാനിഷ് സെക്കൻഡ് ടയർ ക്ലബിലാണ് പോയത്. ആ ക്ലബിനെ കോപ്പ ഡെൽ റേ സെമി ഫൈനൽ വരെ എത്തിച്ചു. അതായത് ലോ ബഡ്ജറ്റ് ക്ലബാണ്. അധികം സി ഡി മിറാൻഡസ്, അതെ സി ഡി മിറാൻഡസ് ക്ലബിനെ സ്പാനിഷ് സെക്കൻഡ് ടയർ ക്ലബാണ് കോപ്പ ഡെൽ റേ സെമി ഫൈനൽ വരെ എത്തിച്ചു. അതും ലോ ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റ് ആൾക്ക് ഇഷ്യൂ അല്ല. ആ ഒരു പൊസിഷനിൽ കളിക്കാനുള്ള പ്ലെയർ, ഞാൻ പറയാലോ, ആ ഒരു സ്റ്റാർ പ്ലെയർ വേണമെന്നില്ല, കോച്ച് ചെയ്ത് സ്റ്റാർ പ്ലെയർ ആക്കി മാറ്റും. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് നോട്ട്, ഇറയോള തന്നെ സ്റ്റാർ പ്ലെയർ അല്ലായിരുന്നു. പക്ഷെ പറയുന്ന ഡ്യൂട്ടി ചെയ്താൽ പോരെ. ആ ഒരു പറയുന്ന ഡ്യൂട്ടി ചെയ്യാൻ ഒരു പ്ലെയർ മതി.
ആ പ്ലെയറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയറിനെ ആ പൊസിഷനിൽ ഇട്ടിട്ട് ഷൈൻ ചെയ്യിപ്പിക്കും. പിന്നീടാണ് അങ്ങനെ ഷൈൻ ചെയ്ത് കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ആ പ്ലേയേഴ്സ് ഒക്കെ നേരെ വന്നത് അടുത്ത ക്ലബിലാണ്, റയോ വല്ലക്കാനോല് ക്ലബിലാണ് അടുത്തത് ഇവിടുന്ന് പോയത്. എങ്ങനെയാണോ സിപ്രസിന് ആദ്യത്തെ വർഷം തന്നെ കപ്പടിപ്പിച്ചത്, അതേപോലെയാണ് റയോ വല്ലക്കാനോല് പോയിട്ട് ഫസ്റ്റ് ഇയർ തന്നെ പ്രൊമോട്ട് ചെയ്തു അവരെ ലാലിഗയിലേക്ക്. ഫസ്റ്റ് ഇയർ ടേക്ക് ഓവർ ചെയ്ത ആദ്യത്തെ വർഷം തന്നെ പ്രൊമോഷനിൽ കൊണ്ടുവന്നിട്ട് ഹോം ആൻഡ് എവേ വിൻ അഗെയിൻസ്റ്റ് റിയൽ ആൻഡ് ബാർസ. ആലോചിച്ച് നോക്കണം, ഫസ്റ്റ് ഇയറിൽ പ്രൊമോഷൻ വന്ന ശേഷം ഹോം ആൻഡ് എവേ വിൻ അഗെയിൻസ്റ്റ് അവിടുത്തെ, അതായത് സ്പാനിഷ് ചാമ്പ്യൻസ് റിയൽ മാഡ്രിഡും ബാർസലോണയും, അവരുടെ കൂടെ ഡബിൾ അവിടുന്ന് ആ ഒരു ഡബിൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോ ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ അറ്റാക്കിംഗ് ഫുട്ബോൾ, കൗണ്ടർ പ്രസിംഗ് ഫുട്ബോൾ ആണ്. നമുക്ക് എക്സാമ്പിൾ പറയാം, പ്ലെയർ ഡെവലപ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രാൻ ഗാർസിയ ഇപ്പൊ അതായത് റയോ വലക്കാനെന്ന് റിയൽ മാഡ്രിഡിലേക്ക് പോയി ഇപ്പൊ റിയൽ ബെറ്റിസിന് വേണ്ടി കളിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ റീസെന്റ് ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഫ്രാൻ ഗാർസിയ പോയത്. അതുപോലെ അൽവാറ ഗാർസിയ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഫുൾ ബാക്സ് ആണ്. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ഫുൾ ബാക്സിനെയാണ് ആള് ഫോക്കസ് ചെയ്ത്, അവരാണ് കളി പ്രൊവൈഡ് ചെയ്യുന്നത്, അവരാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. അപ്പൊ ഫുൾ ബാക്സിനെ ഫോക്കസ് ചെയ്താണ് മൂപ്പരുടെ മൊത്തം കളി. അപ്പോ ഈ ഐഡന്റിറ്റി എല്ലാരും തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, കുറച്ചുപേര് മാറി നടക്കുന്നുണ്ട് മാത്രം. അതായത് എല്ലാരും അതുപോലെ തന്നെ ഇപ്പൊ ബാസ് കൺട്രിയിൽ വന്ന 4 മാനേജേഴ്സ് ഒരേപോലെ ഒരു ഐഡന്റിക്കൽ ഫുട്ബോൾ ഒന്നും കളിക്കുന്നില്ല. പക്ഷെ ഈ 4 പേരിൽ നിന്നും ഈ ഇരയോള മാത്രമാണ് ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കളിക്കുന്നത്, വേറെ ആരും അങ്ങനെ കളിക്കുന്നില്ല. അപ്പൊ അത് തന്നെയാണ് ആൾക്കുള്ള ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി. ഈ ഫുൾ ബാക്സിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് ഒരു സൈഡില് ഫുൾ ബാക്ക് ഉള്ളൂ, മറ്റേ സൈഡില് ഇഞ്ചേർഡ് പ്ലേയേഴ്സ് ആണ് എല്ലാം. അതെ, നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് റയോ വല്ലക്കാനയുടെ മുമ്പ് CD മിറാൻഡസിനെ കോപ്പഡറിലെ സെമി ഫൈനലിൽ അവരെത്തിച്ചു. അപ്പൊ അതില് തോൽപ്പിച്ച ടീമുകൾ ഇവിടെ പറയാം. അതായത് സെവിയെ തോൽപ്പിച്ചു, അതിനു മുമ്പ് സെൽറ്റ വിഗോനെ ആദ്യം തോൽപ്പിച്ചു, അത് കഴിഞ്ഞ് സെവിയെ തോൽപ്പിച്ചു, പിന്നെ വിയാറയല്, അങ്ങനെ 3 കിടിലൻ ക്ലബുകളെയാണ് ഫസ്റ്റ് സെക്കൻഡ് ഡിവിഷനിലുള്ള ടീമാണ് വന്ന് തോൽപ്പിക്കുന്നത്. നമ്മളറിയാം, പ്രീമിയർ ലീഗ് കാണുന്നവർക്കാണെങ്കിൽ കൂടുതലാണെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പിലെ അല്ലെങ്കിൽ ലീഗ് 1-ലെ ക്ലബുകൾ വന്നിട്ട് FA കപ്പില് സിറ്റിയും ചെൽസിയും അങ്ങനെ യുണൈറ്റഡിനെയൊക്കെ തോൽപ്പിക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു ജേണിയിലാണ് അവര് അവിടം വരെ എത്തിയത്, സെമി ഫൈനൽ വരെ. യെസ്, എനിവേ, അപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു, ഇനി നെക്സ്റ്റ് ഇനി വരുന്നത് റയോ വല്ലക്കാന കഴിഞ്ഞ നേരെ പ്രീമിയർ ലീഗിലേക്ക് തന്നെയാ വരണേ അല്ലെ. പ്രീമിയർ ലീഗില് വരുന്നത് ബോൺമത്തിനെ കുറിച്ച് എന്താണ് അവിടെ വന്ന സ്റ്റൈല്, അതാണ് എല്ലാവരും അറിഞ്ഞത്. കാരണം സ്പാനിഷ് ലീഗ് ഫോളോ ചെയ്യുന്ന ഓഫ് കോഴ്സ് റയോള എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോളിൽ യൂറോപ്പ ലീഗിലും ഒക്കെ വന്ന് റെപ്രസെന്റേഷൻ ഒക്കെ വന്നപ്പോ അറിയാം. പക്ഷെ ഈ ബോൺമത്തില് വന്നതിന് ശേഷമാണ് പ്രീമിയർ ലീഗ് ഫാൻസ്, അതായത് ലിവർപൂൾ ഫാൻസ്, യുണൈറ്റഡ് ഫാൻസ്, അങ്ങനെ പ്രീമിയർ ലീഗ് ക്ലബുകളെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇറയോള എന്നുള്ള ഒരു മാനേജറെയും, അതുപോലെ ബോൺമത്ത് എന്ന് പറഞ്ഞ ക്ലബ്ബ് ചെറിയ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ കയറി വരുന്നു. അങ്ങനെ സാധാരണ പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ റെലഗേഷൻ അങ്ങനെയൊക്കെ വരുന്ന ഒരു ക്ലബ്ബ് സ്റ്റഡി ആയിട്ട് വരുന്നു. അവിടെ ഇറയോള വന്നു കഴിഞ്ഞാൽ അവരെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജേണി, അത് ഒരു ചെറിയ ജേണി ആയിരുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു സ്റ്റൈൽ ഫുട്ബോൾ ഇത്രയും ഇന്റൻസിറ്റി കൂടിയ ഒരു ലീഗിൽ വന്നിട്ട്, അതായത് ഏറ്റവും ഇന്റൻസിറ്റി കൂടിയ ലീഗാണെന്നാ പറയണത്, ഏറ്റവും സ്പീഡ് കൂടിയത്, പേഴ്സ് കൂടിയത്, തിങ്ക് ചെയ്യാൻ പോലും സമയമില്ല. പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്നുള്ള ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ, മാനേജർ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഈസി ട്രാൻസിഷൻ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. യെസ്, അതിന് എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ, മറ്റേ സ്പാനിഷ് ലീഗിലെ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ പ്രീമിയർ ലീഗ് ക്ലബിന്റെ മാനേജർ എന്നുള്ള രീതിയിലുള്ള ഒരു ട്രാൻസിഷൻ? അത് ഇപ്പോ പറയുകയാണെങ്കിൽ ഇയാളുടെ സ്പാനിഷ് ലീഗിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രീമിയർ ലീഗിൽ ഒരു മീൻസ് ഇംഗ്ലീഷ് ഫുട്ബോളിൽ, അതും പ്രീമിയർ ലീഗിൽ ഒരു ക്ലബ്ബ് മാനേജ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബിഗ് സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അതിന് അയാൾക്ക് കിട്ടിയ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് കിട്ടിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്ലബ്ബൊന്നും കിട്ടിയിട്ടില്ല. മീൻസ് ഇതേപോലെ നല്ലൊരു പ്രോഗ്രസ്, അതായത്
അവരുടെ ബോൺമോത്തിന്റെ അന്നത്തെ കാലത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി ഭയങ്കര പൂറായിട്ടുണ്ടായിരുന്ന ഒരു ടീമാണ്. അവരുടെ സ്റ്റേഡിയം കപ്പാസിറ്റിയും ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തില് അവര് പ്രീമിയർ ലീഗ് ക്വാളിറ്റി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് ഒട്ടും ഇല്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് അയാള് ഈ ക്ലബ് ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ സീസണിലും അയാള് കൊണ്ടുവന്ന ഇംപ്രൂവ്മെന്റ് ആ സ്ക്വാഡിലും ആ മീൻസ് ക്ലബിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യലിയും എന്തൊക്കെ ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിരുന്നെന്നുള്ളത് എല്ലാം ഇയാളുടെ ഒരു മാനേജറിനെ അവർക്ക് കിട്ടിയതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല വേറൊരു മാനേജർ മീൻസ് യൂഷ്വലി ഇങ്ങനെയുള്ള ലോവർ ഡിവിഷൻ പ്രീമിയർ ലീഗിലെ ബോട്ടം ടേബിളിലുള്ള ക്ലബിന് ഒരു സാധാരണ കിട്ടാറുള്ള ഒരു മാനേജറിനെ വെച്ച് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് ഇറയോള വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സാധിച്ചത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞ് അവര് കൊണ്ടുവന്ന പ്ലേയേഴ്സ് ആയാലും അവരെ എത്രണ്ടും മീൻസ് എന്ത് തരം പ്ലേയേഴ്സ് ആണെങ്കിലും അവരുടെ ബെസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ്. സെമന്യു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെമന്യുവിന്റെ അതിന് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര വലിയ സ്റ്റാർ നെയിം അല്ല അയാള്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താ റിയോളയുടെ കീഴിൽ ഒരു സീസൺ കളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അയാള് എല്ലാ ടോപ്പ് പ്രീമിയർ ലീഗ് ക്ലബ്സിനൊക്കെ അത്യാവശ്യം വേണ്ട ഒരു പ്ലെയറായി. എല്ലാരും ആരുടെ പിന്നിലായി. അതേപോലെയാണ് ഇപ്പൊ തന്നെ ഇറയോള അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പോലും ഇപ്പൊ അവിടെ ഉള്ള എല്ലാ പ്ലേയേഴ്സിനെയും പല പ്ലേയേഴ്സിനെയും പ്രീമിയർ ലീഗിലുള്ള ടോപ്പ് ക്ലബ്സും പ്രീമിയർ ലീഗിലും പോട്ടെ പുറത്തുള്ള ക്ലബ്സ് ആയാലും ഇങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സിഗ്നേച്ചർ കിട്ടാൻ വേണ്ടിട്ട്, മീൻസ് ആ പ്ലെയറിനെ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് ഇറയോള. അയാള് പ്രീമിയർ ലീഗിൽ വന്നു കഴിഞ്ഞ് പ്രൂവ് ചെയ്തതാണ് ഈ സംഭവം. ഇപ്പം നമ്മൾ സൈനിങ്ങിനെ പറഞ്ഞല്ലോ. അപ്പം ഇറയോളയുടെ സൈനിങ് തന്നെ 2022 സീസണില് 2022-23 സീസൺ ബോൺമർത്ത് 5 പോയിന്റ് വ്യത്യാസത്തിലാണ് റെലഗേഷൻ ആ സോണിൽ നിന്ന് മാറിയത്. 16 എങ്ങാനായിരുന്നു അവരുടെ പൊസിഷൻ. സോ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോൾ നമ്മള് എപ്പോഴും പറയാറുണ്ട്, ഒരു മാനേജർ ഒരു ക്ലബിനെ റെലഗേഷൻ സോണിൽ നിന്ന് സേവ് ചെയ്താൽ അവർ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ അമേരിക്കൻ ഓണർ ഇറയോളയുടെ പഴയ ഫുട്ബോൾ കാണുന്നത്. അതായത് അവരെ തൊട്ട് മുന്നിലുള്ള എന്താ പറയാ റയ വലക്കാനത്തെ ഗെയിം കാണുന്നതും. ഈ മാനേജർ കൊള്ളാം, യങ് ആണ്, പക്ഷെ സാരില്ല, അടിപൊളി കളിയാണ്. അത് ഈ സാധനമാണ് എനിക്ക് കൊണ്ടുവരാനുള്ളത്. അതും നമ്മളിപ്പോ കുറച്ച് മുന്നേ വേറെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ എക്സൈറ്റിംഗ് ഫുട്ബോൾ ഒക്കെ ആകുമ്പോഴാണ് കൊമേഴ്ഷ്യൽ ഡീൽസ് കിട്ടുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫാൻസ് കുറെ ഇൻവെസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ആംഗിളിലാണ് ഇയാളെ കൊണ്ടുവരുന്നത്. ഇയാളെ കൊണ്ടുവന്ന ആദ്യത്തെ 9 കളിയിൽ അവർക്ക് ജയമില്ല, ഒന്നെങ്കിൽ തോൽവി അല്ലെങ്കിൽ ഡ്രോ ആയിട്ട് ഇങ്ങനെ പോവാണ്. 10ാമത്തെ കളിയിലാണ് ആദ്യമായിട്ട് ജയിക്കുന്നത് തന്നെ. പക്ഷെ ഇത് ചെയ്യാൻ പറ്റും, അത് ഇങ്ങനത്തെ ഒരു മാനേജറിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഫീലിംഗ് ഓണേഴ്സ് ഉണ്ടായിരുന്നു. പ്ലേയിങ് സ്റ്റൈൽ നന്നായാൽ ഇയാൾക്ക് എല്ലാവരും നന്നാക്കാൻ പറ്റും. ഇത്രയും കാലം അയാൾ ചെയ്തതും അതാണല്ലോ, ചെറിയ 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 ക്ലബിൽ വിത്തൗട്ട് എനി മണി നന്നാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു പ്ലേയിങ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത് എന്ന് അവര് ഡിസൈഡ് ചെയ്തിട്ടാണ് സൈൻ ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നാണ് ബോൺമോത്ത് എന്ന ടീമിന്റെ വളർച്ച തുടങ്ങുന്നത്. അതുവരെ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചോളം പി എല്ലിൽ കളിക്കാം എന്ന് പറയുന്നത് തന്നെ, അതായത് പി എൽ സർവൈവ് ചെയ്തുകൊണ്ട് നിന്നാൽ അത് തന്നെ അവർക്ക് മതി എന്നുള്ളതാണ് അവരുടെ അവരുടെ പ്ലാൻ. ആണ് അവർക്ക് ഫൈനാൻഷ്യലി നല്ല സേഫ് ആണെന്നുള്ളത്. അവിടെ നിന്ന് അവരെ യൂറോപ്യൻ ക്ലബിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു മാനേജർ ഇറയോളായിരുന്നു. എനിക്കിത് പോരാ, സർവൈവൽ മാത്രമല്ല എന്റെ ഗോൾ, എന്റെ ലക്ഷ്യം ഇവര് യൂറോപ്പിലേക്ക് എത്തണം, ടോപ്പ് 10ലേക്ക് എത്തണം, യൂറോപ്പിലേക്ക് ആ ലെവലിലേക്ക് എത്തണം. അപ്പൊ ആദ്യത്തെ സീസൺ കഴിയുമ്പോൾ തന്നെ അവർ 12th ആയിരുന്നു. സെക്കൻഡ് സീസൺ കഴിയുമ്പോൾ അവർ 9th ആയി. തേർഡ് സീസൺ ഇപ്പൊ കഴിഞ്ഞതിൽ അവര് 6th അല്ലേ, 6th or 7th ഉണ്ടായിരുന്നല്ലോ. സോ ആ ഒരു സ്ലോ പ്രോഗ്രഷൻ എന്റെ പ്ലേയേഴ്സ് സോറി അത് മാത്രല്ല ഒരു 18 മാച്ച് വിന്നിംഗ് സ്ട്രീക്ക് അല്ലേ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അവിടെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്.
അതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോ ഇതിനു മുമ്പുണ്ടായിരുന്ന മാനേജർ ഗാരി ഒനീലായിരുന്നു അല്ലെ, ബോൺമൗത്തിന്റെ. അതിനു മുമ്പ് ആന്റണി ഇറയോള വരുന്നതിന് മുമ്പ് ഗാരി ഒനീൽ. ആ സ്റ്റൈൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് സ്റ്റൈൽ ഫുട്ബോൾ. അതായത് ഒരു പ്രോപ്പർ ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് ഫുട്ബോളാണ് ഗാരി ഒനീലിന്റെ. അവിടുന്ന് ബോൺമത്തിനെ വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അതൊരു അങ്ങനെ ഒരു റിസ്ക് എടുക്കാനും കൂടി ഓണേഴ്സിന് അവിടെ ഒരു തയ്യാറായി നൽകുക. കാരണം റിലഗേഷന്റെ അങ്ങനെ അതിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയാന്ന് പറഞ്ഞു. അതായത് ടോട്ടലി സേഫ് ആക്കാൻ നോക്കുകയാണ് അടുത്ത സീസൺ ചെയ്യുക. അങ്ങനെയല്ല, അവര് നേരെ ഇറയോളയിലേക്ക് പോണു. അപ്പൊ എങ്ങനെ ഇറയോള ആ ഒരു ധൈര്യം വേണമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. ഇങ്ങനെ ഒരു സ്റ്റൈല് മാറ്റുന്ന അതെങ്ങനെ അത് പ്ലാൻ ചെയ്തു, ആ സ്റ്റൈലിലേക്ക് വന്നതും അതിലേക്ക് പ്ലേയേഴ്സിനെ ഒക്കെ കൊണ്ടുവരികയും അങ്ങനെ, അതായത് ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു സ്റ്റൈലിൽ നിന്ന് അടുത്ത സ്റ്റൈലിലേക്ക്. ബോൺമൗത്തിന്റെ സൈഡിൽ നിന്ന് നോക്കണേക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറയോളയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്ക് ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ആയത് ഇറയോളയ്ക്കാണ് ബോൺമൗത്തിനെക്കാളിലും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത്ര മീഡിയ അറ്റൻഷൻ ടോപ്പ് ടേബിൾ മീൻസ് ടോപ്പ് 10 വരുന്ന ഒരു പ്രീമിയർ ലീഗ് ടീമിലേക്ക് വരികയാണെങ്കിൽ ഇത്തിരി കൂടി മീഡിയ ഇത് കിട്ടും. മീൻസ് അപ്പൊ പ്രഷർ അതെ, പ്രഷർ ഉണ്ടായിരുന്നില്ല. ബോൺമൗത്ത് പോലൊരു ടീമിൽ വന്നു കഴിഞ്ഞിട്ട് അയാൾക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വലിയ പ്രഷർ ഒന്നും ഉണ്ടാവില്ല. അത് അയാൾ ഈസി ആയിട്ട് അവിടെ ഒരു നല്ലൊരു പ്രൊഫൈലും ഉണ്ടാക്കാൻ പറ്റി. അയാളുടെ CV ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ മീൻസ് അയാൾക്ക് നല്ലൊരു CV അവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അതാണ് ബോൺമൗത്തിനെ മീൻസ് ബോൺമൗത്ത് എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിയില് അയാൾക്ക് കിട്ടിയ ഗുഡ്. ബോൺമൗത്തിന്റെ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വേണമെങ്കിൽ ഒരു 4 സീസൺ കഴിയുമ്പോഴേക്കും പിന്നോട്ട് പോവാവുന്നതൊക്കെ തന്നെയുള്ളൂ. മീൻസ് അയാള് 2 വർഷത്തെ ഒരു കോൺട്രാക്ടോ ചെറിയൊരു കോൺട്രാക്റ്റിൽ വന്നു, അയാൾ പ്രൂവ് ചെയ്തു ഐ ക്യാൻ ഡു സംതിങ് എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്ത് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി അടുത്ത ക്ലബിലേക്ക് പോവുകയാണ്. സോ അത് അയാളുടെ ലക്കാണ് ബോൺമൗത്ത് പറയുന്ന ഒരു ടീമില് മീൻസ് ക്ലബിനെ മാനേജ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതില് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ സ്വരൂപ് പറഞ്ഞ പോലെ ബോൺമൗത്തിൽ അയാൾക്ക് ചാൻസ് കിട്ടി. പക്ഷെ ബോൺമൗത്തിനാണ് അത് കൂടുതൽ എന്താ പറയാ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്ലെയറെ ഒരുപാട് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഡെവലപ്പ് ചെയ്ത പ്ലെയേഴ്സ് വേറെ ക്ലബിലേക്ക് പോകുമ്പോൾ ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല, അല്ലെ? ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല. അപ്പോ ആ പ്ലെയേഴ്സ് ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ കാരണം ഇറയോളയാണ്. അപ്പോ ഇറയോളയുടെ സിസ്റ്റത്തിൽ കളിക്കുമ്പോഴാണ് ഇത്രയും ഔട്ട്പുട്ട് വരുന്നത്. സെമേനിയോ 10-12 ഗോൾ അടിച്ചിട്ടാണ് സിറ്റിക്ക് പോയത്. പക്ഷെ അവിടെ പോയിട്ട് വേറെ എൻറ്റയർ ഡിഫറെന്റ് സിസ്റ്റത്തിലാണ് കളിക്കുന്നത്. അപ്പോ ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഹുയിസൺ അതുപോലെയാണ് ഇവിടെ കളിച്ചിട്ടാണ് റിയൽ മാഡ്രിഡിലേക്ക് പോയത്. അപ്പൊ അവിടെ അങ്ങനെ ഗെയിം ടൈമും കിട്ടുന്നില്ല, പകുതി സമയം ബെഞ്ചിലാണ്. അപ്പോ ആ ഒരു സിസ്റ്റത്തിൽ പെട്ട് കളിച്ചവർക്ക് പുറമേ നിന്നുള്ള ഒരു സിസ്റ്റത്തിൽ പോയി കളിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ആ ഒരു സിസ്റ്റം കളിച്ച് ട്രെയിനായ നമ്മുടെ പ്ലേയേഴ്സ് കുറച്ചു പേരുണ്ട്. ഓൾറെഡി ക്ലോപ്പിന്റെ താഴെ കളിച്ച് കുറെ പ്ലേയേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. അപ്പോ നമ്മൾ ആ ഒരു പ്ലേയേഴ്സിന് അവിടുന്ന് ഹിറ്റായ പ്ലേയേഴ്സിനെ മേടിക്കാതെ ആ മാനേജറിനെയാണ് പറിച്ചു നടന്നത് ഇങ്ങോട്ട്. അപ്പോ ഇനി നമ്മള് എങ്ങനെ കളിക്കും എന്ന് വേണം ആലോചിക്കാൻ. അല്ല, അതിന് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലോപ്പിന്റെ ഇതിൽ അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഒരു ക്ലോപ്പിന്റെ കൂടെ കളിക്കുന്ന ആ സിസ്റ്റത്തിൽ കളിക്കുന്നവർക്ക് വേറെ സ്ഥലത്ത് പോയാൽ കളിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ബോൺമത്തിന് ആക്ച്വലി അത് ഗുണമായി അല്ലെ. സെല്ലിംഗ് ക്ലബ്ബ് പോലെ അവർക്ക് കുറെ അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. നമുക്ക് ഇതൊക്കെ മറ്റ് ക്ലബ്സ് ഒക്കെ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ പ്ലേയേഴ്സ് ഇറയോളയുടെ സ്റ്റൈലില് കളിക്കുന്ന പ്ലേയേഴ്സ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഗുണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെയാണോ നമ്മുടെ പ്ലേയേഴ്സിനെ ആരും മേടിക്കാത്തതെന്നൊക്കെ തോന്നാം. കാരണം ക്ലോപ്പിന്റെ പ്ലേയേഴ്സിനെ ഇപ്പൊ പലരും മേടിക്കാൻ അപ്പൊ നമുക്ക് സെല് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെയാണ് അറിയാനുള്ളത്. എന്തായാലും നോക്കാം. ഇനി ഇറയോളയുടെ കോച്ചിങ് കാരണം ഇനി ആരെയും വേണ്ട, അന്ന് അലക്സ് സ്കോട്ടിനെ ഇപ്പൊ ആരും മേടിക്കാത്ത അതുകൊണ്ടാണോ എന്ന് അറിയില്ല. കാരണം വേറെ സ്ഥലത്ത് പോയാൽ ഇതുപോലെ കളിക്കുമെന്ന് അറിയില്ല.
അതാണ് നമുക്ക് ഇനി ലിവർപൂളിന്റെ അതിലേക്ക് പതുക്കെ വരാൻ അല്ല അതിന് പറ്റിയ എക്സാമ്പിൾ നമ്മുടെ ടീമിൽ തന്നെ കർക്കസ് ഉണ്ട്. കർക്കസ് എങ്ങനെയാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇവിടെ വന്നിട്ട് ആ ഒരു സിസ്റ്റം മാറുമ്പോ കർക്കസിന് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഈ ഷുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി ഹാപ്പി അബൌട്ട് ഇറോള കമ്മിങ് ടു ലിവർപൂൾ. സത്യമാണ്, അതിൽ നിന്നാണ് തുടങ്ങുക ആക്ച്വലി. അതായത് കെർക്കസിന്റെ എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് ആ ബോൺമത്ത് ടു ലിവർപൂൾ ജേണി കറക്റ്റ് പറയാനുള്ളത്. കാരണം ബോൺമത്തില് ഭയങ്കരമായിട്ട് ലൈനിൽ കൂടെ മുകളിലേക്കും ഫ്രണ്ടിലേക്കും ഒരുപാട് ഓടുകയും അതുപോലെ ബോക്സിലേക്ക് ക്രോസുകൾ നിരന്തരം ഇടുക, അങ്ങനെ ഒരു ഭയങ്കര ഡയറക്റ്റ് വെർട്ടിക്കൽ സ്റ്റൈൽ ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു സ്റ്റൈലായിരുന്നു ബോൺമത്തിൽ ഉണ്ടായിരുന്നത്. ലിവർപൂളിൽ വന്നു കഴിഞ്ഞ് സ്ലോട്ടിന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോ അതിലേക്ക് ഒട്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം സ്ലോട്ട് അങ്ങനെ കളിക്കുന്ന പ്ലെയറേ അല്ല. ആദ്യം കർക്കസിനെ ഒരു ലെഫ്റ്റ് സെന്റർ ബാക്ക് പോലെ കളിപ്പിക്കാൻ നോക്കി, അതായത് കുറച്ച് ബാക്കിൽ നിന്ന് ഇൻവേർട്ട് ചെയ്യിക്കുന്ന രീതിയിൽ. അത് വർക്കൗട്ട് ആയില്ല. അത് കഴിഞ്ഞ സീസൺ സെക്കൻഡ് ഹാഫിലൊക്കെയാണ് ഏകദേശം ഇത് മനസ്സിലാക്കി പതുക്കൊന്ന് അഡാപ്റ്റ് ചെയ്തത് വേറൊരു സ്റ്റൈലിലേക്ക്. കാരണം കുറച്ചും കൂടി അത്ര തന്നെ ഫ്രണ്ടിലേക്ക് ഓടിപ്പോണ്ട, വൈഡ് വെറുതെ നിന്നാ മതി എന്നുള്ള രീതിയിലൊക്കെ. അപ്പോ വളരെ അധികം ബുദ്ധിമുട്ടി ശരിക്കും കർക്കസ്. പക്ഷെ ഇപ്പൊ ആക്ച്വലി ഇറയോള ഇവിടെ എത്തി. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് തന്നെ നോക്കാം. കെർക്കസ് വീണ്ടും ആ ഒരു സ്റ്റൈലിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് അല്ലെ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകുന്ന രീതിയിൽ. അങ്ങനെ മൊത്തത്തില് കെർക്കസിന്റെ മാത്രമല്ല കംപ്ലീറ്റ് ടീമിന്റെ സ്റ്റൈല് ഇതുപോലെ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സ്ലോട്ടിന്റെ സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യുക, പൊസിഷൻ കീപ്പ് ചെയ്യാം. അതായത് പന്ത് ആരെയും തൊടിയിക്കേണ്ട, നമ്മൾ പന്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡിഫൻഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ ഡിഫൻഡേഴ്സ് ആണ്, സെന്റർ ബാക്സും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ് കൂടുതൽ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നിൽക്കുക. അപ്പൊ അതിന്റെ ക്വിക്ക് ആയിട്ടുള്ള പാസിംഗ് ഇല്ല. അപ്പൊ സൊബോസ്ലൈ തന്നെ ഒരു എക്സാമ്പിൾ. അതായത് സൊബോസ്ലൈ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സേഫ് പാസ് മതി, അതായത് പന്ത് മറ്റുള്ളവര് തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല എന്ന്. അപ്പൊ സൊബോസ്ലൈ നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഓടണമെന്ന് നോക്കണു, അപ്പൊ സേഫ് പാസിന് വേണ്ടി ബാക്കിലേക്ക് പാസ് ചെയ്യണു. സൊബോസ്ലൈ അങ്ങനെയല്ല. സൊബോസ്ലൈ കുറച്ചുകൂടി ഡയറക്റ്റ് പാസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തില് നമ്മുടെ സിസ്റ്റം അങ്ങോട്ട് മാറാൻ പോവാണ് അല്ലെ. എങ്ങനെയാണ് അത് തോന്നുന്നത്? നമ്മുടെ സിസ്റ്റം മൊത്തത്തില് സിസ്റ്റം എങ്ങനെയാ ആദ്യം മാറണേന്ന് നോക്കിയിട്ട് നമുക്ക് ഓരോ ഡിഫൻസും മിഡ്ഫീൽഡേഴ്സ് എങ്ങനെയായിരിക്കും, അറ്റാക്കിംഗ് പ്ലേയേഴ്സ് എങ്ങനെയായിരിക്കും കളിക്കാൻ പോവുക, ഇങ്ങനെയുള്ളതിലേക്ക് പോവാം. മൊത്തത്തിൽ എങ്ങനെയായിരിക്കും ഒരു മാറ്റം കാണുന്നത്? ഇതിപ്പോ പറയുകയാണെങ്കിൽ റിയോളയുടെ നമ്മള് പ്രീമിയർ ലീഗിൽ കണ്ടതാണല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായത്തോളം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട സെൻട്രൽ ബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഇത്തിരി കാം ഓർഗനൈസ്ഡ്, മറ്റേ നമ്മുടെ ക്യാപ്റ്റൻ വാൻഡേക്കിനെ പോലെ ഒരു കാം ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ബാക്ക്, അതിന് പാർട്ട്ണർ ചെയ്യാൻ ഇത്തിരി ഫാസ്റ്റ്, പിന്നെ ഡുൽസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇത്തിരി സ്പേസ് കവർ ചെയ്യണ ടൈപ്പ് ഒരു ഡിഫൻഡർ. അത് ഇപ്പൊ നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു, നമ്മുടെ സ്ക്വാഡിൽ വന്നു കഴിഞ്ഞ ഒരു പ്ലെയർ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫുൾ ബാക്സ് ആണ് മെയിൻലി. കർക്കസ് ഓൾറെഡി അയാളുടെ കീഴിൽ കളിച്ചേക്കുന്നതാണ്. ഹൈ എനർജി, എന്താ പറയാ, അറ്റാക്കിംഗ് സ്പേസിലേക്ക് എത്തുക, കോൺട്രിബ്യൂഷൻ ചെയ്യുക, അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന ടൈപ്പ് ഫുൾ ബാക്ക്. പിന്നെ അത്ലറ്റിക് ആയിട്ടുള്ള മീൻസ് അങ്ങനെയുള്ള ഒരു ഡിഫെൻസീവ് ലൈനാണ്, പാറ്റേൺ ആണ് അയാള് കൂടുതൽ നമ്മൾ കണ്ടേക്കണേ, അയാളുടെ സ്റ്റൈലിൽ നിന്ന് കണ്ടേക്കണേ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള, ഇത്തിരി മൊബൈൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ. മീൻസ് ആ മിഡ്ഫീൽഡ് സ്പേസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡർ. ടൈറ്റ് സ്പേസിലൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മിഡ്ഫീൽഡറും. അതിന്റെ ഒപ്പം തന്നെ ഈ സൊബോസ്ലയുടെ കേസ് പറഞ്ഞ പോലെ റൺസ് മേക്ക് ചെയ്യണ, മറ്റേ എന്താ പറയാ, കോമ്പറ്റീറ്റീവ് ആയിട്ട് ഗ്രൗണ്ട് കവറേജ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു മിഡ്ഫീൽഡർ. സോ അതാണ് അയാളുടെ ഒരു മിഡ്ഫീൽഡ് 2 എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മുമ്പിൽ ഈ ടൈറ്റ് സ്പേസിൽ റിസീവ് ചെയ്യുക, ക്രിയേറ്റീവ് മൊബിലിറ്റി കൊടുക്കുന്ന ഒരു ടൈപ്പ് പ്ലെയർ, ക്വിക്ക് ഡിസിഷൻസ് മേക്കിംഗ്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സീസൺ സൈൻ ചെയ്ത ഒരു പ്ലെയർ, പക്ഷെ എന്താ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലോപ്പിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയർ. അത് എന്തുകൊണ്ടൊരു ന്യൂ സൈനിങ് പോലെ നമുക്ക് വേർഡ്സിലൂടെ കിട്ടും. പിന്നെ വിങ്ങേഴ്സ് പറയുകയാണെങ്കിൽ 1-on-1 പേസ്, പേസി 1-on-1 ഡയറക്റ്റ് ആയിട്ടുള്ള വിങ്ങേഴ്സ്.
വെർട്ടിക്കൽ ക്യാരിങ് ഒക്കെ എബിലിറ്റി ഒക്കെ ഉള്ള അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വിങ്ങേഴ്സ് രണ്ട് സൈഡില്. പിന്നെ സ്ട്രൈക്കേഴ്സിൽ വരികയാണെങ്കിൽ ഇത്തിരി മൊബൈൽ ആയിട്ടുള്ള നല്ല ഹൈ പ്രസിംഗ് ടൈപ്പ്, ഈ വാനൽസണിനെക്കാളും മീൻസ് നോക്കുമ്പോൾ ഇത്തിരി കൂടി ഗോൾ കോൺട്രിബ്യൂഷൻ കൂടുതലുള്ള ഒരു പ്ലെയർ ആണ് ഇസാക്ക്. സോ ഹി ഫീസ് ഫീറ്റ്. എനിക്ക് സംശയമൊന്നുമില്ല ഇറിയോളയുടെ സിസ്റ്റത്തിൽ നല്ലോണം വർക്ക്ഔട്ട് ആകുന്ന ഒരു സ്ട്രൈക്കർ നമുക്ക് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ സംഭവം. അതിന് പറ്റിയ പ്ലേയേഴ്സ് നമ്മുടെ ഉണ്ടോ ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് കൂടുതൽ ഇനി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇറയോള എന്നുള്ളത്, ഇറയോളയുടെ ഹോൾ ഗെയിം പെപ് ഗോർഡിയോള മുന്നേ ആദ്യം നമ്മള് സ്വന്തം മാനേജറിനെ വെച്ചാൽ ക്ലോപ്പ് 2023 പറഞ്ഞിരുന്നു ഇതാണ് കളി. അതെ, ലിവർപൂളിന്റെ സ്വന്തം മാനേജർ അല്ലേ. ഇതാണ് ഒരു വെൽ കോച്ച്ഡ് ടീം എന്നുള്ളതാണ്. ആ ഒരു ബോൺമൗത്തിന്റെ ഗെയിം കഴിഞ്ഞിട്ട് 2023 ജനുവരി 6 സമയത്ത് എങ്ങാനായിരുന്നു, 2023 ജനുവരി 22 ജനുവരി അല്ലേ, 23 ജനുവരിയാ. ആ സീസണില് ജനുവരി ആകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഓക്കെ ദിസ് ഇസ് എ വെൽ കോച്ച്ഡ് ടീം, ദേ ആർ ഹാർഡ് ടു ബീറ്റ്, ഹാർഡ് ടു പ്രസ് എന്നുള്ളത്. അത് കഴിഞ്ഞ് സമ്മറിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീസണിലാകുമ്പോഴാണ് ഗോർഡിയോള പറഞ്ഞിട്ടുള്ളത് മോഡേൺ ഫുട്ബോൾ എന്ന് പറയുന്നത്, ഞാനൊക്കെ ചെയ്തത് സാധനമല്ല, മോഡേൺ ഫുട്ബോൾ എന്ന് പറയുന്നത് കാണണമെന്നുണ്ടെങ്കിൽ യു ലുക്ക് അറ്റ് ബോൺമൗത്ത്. നമ്മളുടെ കാലത്ത് പൊസഷൻ ഒക്കെ വെച്ചത് ഒരു ബോൾ വിൻ ചെയ്താൽ വി കീപ് ദ പൊസഷൻ ആൻഡ് ദെൻ വി ലുക്ക് ഫോർ അവന്യൂസ് ടു അറ്റാക്ക് എന്നുള്ളത്. ആ കാലം മാറി. മോഡേൺ ഫുട്ബോൾ എന്ന് പറയുന്നത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻസ്റ്റന്റിൽ തന്നെ കളി തിരിക്കുക. ഇറയോളയുടെ ഹോൾ കോച്ചിങ് ഫിലോസഫിയിൽ തന്നെ അയാൾ പറയുന്നത് 3 seconds when you get the ball, അവിടെയാണ് യുവർ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ആൻഡ് ഓപ്പോസിഷൻസ് ബിഗ്ഗസ്റ്റ് വൾനറബിലിറ്റി. കാരണം ഒരു ടീമും എന്റെ കാലിൽ നിന്ന് ഇപ്പൊ ഒരു ബോൾ മിസ് പാസ് ആവുന്നു അല്ലെങ്കിൽ ബോൾ വേറെ ഓപ്പോസിഷൻ വിൻ ചെയ്യും എന്ന് വിചാരിച്ചിട്ടല്ലോ ഒരു പാസും ചെയ്യുന്നുള്ളത്. അപ്പം ആ സമയത്താണ് അവർ ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ട് ഉണ്ടാവുക. സോ വെൻ യു ഗെറ്റ് ദ ബോൾ, അത് ആരായാലും, അത് ഗോൾ കീപ്പർ മുതൽ അറ്റാക്കർ സ്ട്രൈക്കർ വരെയാണെന്നുണ്ടെങ്കിലും ആരെ കാലിലാണോ ബോൾ കിട്ടുന്നത് ആ 3 സെക്കൻഡിൽ യു ഡു എ വെർട്ടിക്കൽ പാസ്. സൈഡിലേക്ക് പാസ് ചെയ്തോ അല്ലെങ്കിൽ ബാക്കിലേക്ക് പാസ് ചെയ്തോ നിൽക്കേണ്ട, യു ഡു ഫ്രണ്ട് പാസിങ്. ഇവിടെയാണ് ലിവർപൂൾ എന്ന ക്ലബിലേക്ക് ഇറയോള ഫിറ്റ്സ് പെർഫെക്റ്റ്ലി എന്നുള്ളത് ബിക്കോസ് ഓഫ് വേർഡ്സ് ആൻഡ് ഇസാക്ക്. സക്സസ് ആവുമോ ഇല്ലയോ എൻറ്റയർലി ഡിഫറെന്റ് ഡിസ്കഷൻ. പക്ഷെ ആ ഒരു മിസ് പാസ് ഇപ്പൊ സൊബോസ്ലൈന്റെ കാലിലേക്ക് റൈറ്റ് വിങ്ങിലേക്ക് ആരും കളിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവൻ മെക്കാലിസ്റ്റർ ആണ് ഇരിക്കുക, മെക്കാലിസ്റ്ററിന്റെ കാലിലേക്ക് ബോൾ കിട്ടുന്നു, മെക്കാലിസ്റ്റർ അത് ഗ്രാവൻബെർച്ചിന്റെ അടുത്തേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ വാൻഡൈക്കിന്റെയിലേക്കോ കൊടുക്കുന്നതിന് പകരം ആ പാസ് വേർഡ്സിന് കൊടുക്കുന്നു. വേർഡ്സ് എടുത്തിട്ട് വീണ്ടും വെർട്ടിക്കൽ പാസ് ആയിട്ട് ഇസാക്കിന് ബോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ഇസാക്കിന് ബോൾ കിട്ടിയ ഇസാക്ക് അടിക്കും. അപ്പൊ ഓൺ പേപ്പർ ഇത് വിന്നിംഗ് ഫോർമുല. ലുക്ക് അറ്റ് ദ ടാലന്റ്. മെക്കാലിസ്റ്ററിന് ബോൾ കിട്ടുന്നു, മെക്കാലിസ്റ്റർ വേർഡ്സിന് കൊടുക്കുന്നു, വേർഡ്സിന് ഇസാക്കിന് കൊടുക്കുന്നു, ഇസാക്ക് ഗോൾ അടിക്കുന്നു. എന്തൊരു സിമ്പിൾ അല്ലേ, സിമ്പിൾ എന്ത് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അല്ല മറ്റേ എന്താ പറയാ, ചക്തേന്ത്യയിലെ ഷാറൂഖ് ഖാൻ പറയുന്ന പോലെ മോണിസയ്ക്ക് കോബൽ സച്ച അങ്ങനെ ഗോൾ അടിക്കുന്ന പോലെ. അതെ, പക്ഷെ ഇത് ഓൺ പേപ്പർ മാത്രമാണ് എന്ന് തള്ളിക്കളയാനും പറ്റാത്ത ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ടോട്ടനമിൽ വന്നതിന് ശേഷം സൊളാങ്കിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എങ്ങനെ ഇപ്പൊ പ്രസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ബോൾ എങ്ങനെ വരുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വളർച്ച എന്നുള്ളത്. അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ ആദ്യം ഇറയോള വന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിട്ടില്ല. പക്ഷെ വൺസ് യു സ്റ്റാർട്ട് പ്ലേയിങ് ഇറ്റ് സമയം എടുക്കും. ആദ്യത്തെ ഒരു 10-15 കളി ഒക്കെ ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തിരുന്നു, എങ്ങോട്ട് ഓടണമെന്ന് പോലും അറിയാണ്ട് ഞാൻ അങ്ങനെ ഓടി കളിച്ചിരുന്നു. പക്ഷെ ഇപ്പം ഇതാണ് എന്റെ പാത്ത്, ഞാൻ ഈ പാത്തിൽ പോയ ബോൾ വരും, ഇല്ലെങ്കിൽ ബോൾ വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. പെട്ടെന്ന് എന്തോ അപ്പുറത്ത് വീട് സൗണ്ട് നമ്മളിങ്ങനെ ഞെട്ടും. അത് നമ്മൾ വിചാരിച്ചിട്ട് ഞെട്ടുന്നതല്ല, ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്ലേയേഴ്സ് എന്താ പറയാ, അവർ മെന്റലി അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുന്നുണ്ട്. സോ ആ ഒരു സാധനമാണ് ഈ പെപ് ഗോർഡിയോളയും ക്ലോപ്പും പറഞ്ഞത് ദിസ് ഇസ് എ വെൽ കോച്ച് ടീം എന്ന് പറയാൻ കാരണം.
അവര് ട്രെയിൻ ചെയ്ത് അവിടെ എത്തിക്കുന്നതാണ്. ബോൺമൗത്തിൽ നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, പലർക്കും ഒരു മസിൽ മെമ്മറി പോലെ, അതായത് ഓക്കെ ഇത് ഇപ്പൊ ബോൾ എന്റെ കാലിൽ കിട്ടി, ബോൾ കാലിൽ കിട്ടി, ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഗാർഡിയോളന്റെ മോർ ഓഫ് അവർക്കും ഉള്ള മസിൽ മെമ്മറിയാണ്, പക്ഷെ അവർക്ക് എന്താ പറയുക മസിൽ മെമ്മറി കൂടുതലും അവർ ആ ഒരു കോച്ച് ചെയ്ത മെമ്മറി, അതായത് നിനക്ക് ബോൾ കിട്ടിയാൽ നീ അങ്ങോട്ട് പാസ് കൊടുക്കണം, നിനക്ക് ബോൾ കിട്ടിയാൽ ഇങ്ങോട്ട് പാസ് കൊടുക്കണം എന്നുള്ളത്. ഇറയോളയുടെ കാര്യത്തിൽ അതിൽ സ്ലൈറ്റ്ലി അവർക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ എങ്ങോട്ട് പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് പാസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് കളി തിരിക്കേണ്ടത് എന്നുള്ളതാണ് ആ ഒരു ഫ്രീഡം പ്ലേയേഴ്സ് വിട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്ലേയേഴ്സും, ഇത് നമ്മളെ ഇറയോള വന്ന പോഡ്കാസ്റ്റിൽ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു, ഇറയോളയുടെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ എല്ലാ പ്ലേയേഴ്സിനോടും പോയിട്ട് അവരോട് ചോദിക്കും നിങ്ങളുടെ പൊസിഷൻ ഏതാണ് എന്നുള്ളത്. ഈ ഒരു സാധനം ചെയ്തിട്ടാണ് അവിടെ ബോൺമൗത്തിലുള്ള പല പ്ലേയേഴ്സും പൊസിഷൻ മാറ്റി കളിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, ഇതിലിപ്പോ പറഞ്ഞ കേസിൽ ഞാൻ ആഡ് ചെയ്യണ ഒരു കാര്യമുണ്ട് സിമ്പിൾ ആയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സാധനം ഞാൻ വായിച്ചതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സ്ട്രൈക്കർ ഇവാനുസൺ അവിടെ ബോൺമൗത്തിൽ ചെയ്തിരുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഗോളി കീപ്പറിന്റെ കയ്യിൽ ബോൾ ഉള്ളപ്പോ അയാൾ പ്രസ് ചെയ്യാൻ ചെല്ലണത് ഇത്തിരി ഇങ്ങനെ വളഞ്ഞോടും. ഏത് ഡിഫൻഡറിന് ആണ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് ഗോളി കീപ്പർ പാസ് കൊടുക്കാനായിട്ട് മറ്റേ ബോൾ പ്ലേയിങ് ഡിഫൻഡറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഓടുന്നു. അപ്പോ എങ്ങനെ പോയി കഴിഞ്ഞാലും ബോൾ പ്ലേയിങ് ഡിഫൻഡർക്ക് സെൻട്രൽ ബാക്കിന് ബോൾ കൊടുക്കില്ല, വീക്ക് ഡിഫൻഡർക്ക് കൊടുക്കും. ആ കോർണറിലേക്ക് പ്രസ് ചെയ്യും മിഡ്ഫീൽഡിൽ. ആ ഒരു ട്രെൻഡ് മീൻസ് ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് സാധനങ്ങളാവും ഈ പ്രസ്സിംഗിൽ മെയിൻ ആയിട്ട് എഫക്റ്റീവായി യൂസ് ചെയ്യണേ. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ സാക്കിന് ആ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന ആളാണ്. അയാള് നല്ല ഗ്രൗണ്ട് കവർ ചെയ്യുന്ന പ്ലെയർ ആണ്. നമ്മൾ വേൾഡ് കപ്പിൽ തന്നെ കണ്ടു. അയാള് ബോളും കൊണ്ട് എത്രയാ സ്വീഡന് വേണ്ടിയിട്ട് ചെയ്തേ. ലിവർപൂളിന്റെ സ്റ്റൈലിലേക്ക് വരികയാണ് നമ്മള്. ഇപ്പൊ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ സ്റ്റൈല് നോക്കുമ്പോ കളിക്കണത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു പല പ്ലേയേഴ്സിന്റെ ജേണി എങ്ങനെയാണ് മാറ്റിയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോ ഇങ്ങനെ ലിവർപൂളിന്റെ അതിലേക്ക് വരിക, നമുക്ക് ടാക്ടിക്സിന്റെ അതിലേക്കൊക്കെ എങ്ങനെയായിരിക്കും? ആ ട്രെയിനിങ് വീഡിയോസ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, പല ചില വീഡിയോസും ഒക്കെ വരുന്നതും. പിന്നെ അറിയാലോ ബോൺമത്തിലെ സ്റ്റൈലും അറിയാം. അപ്പൊ ലിവർപൂളിന്റെ ടാക്ടിക്സിലേക്ക് വന്ന എങ്ങനെയായിരിക്കും നമ്മൾ ഇനി കളിക്കാൻ പോണത്? അതായത് നമ്മള് ഓബിൻ പറഞ്ഞ പോലെ ഈ വേർട്ടിക്കൽ ഡയറക്ട്നെസ് ഉള്ള ഒരു സാധനം നമ്മൾ കുറച്ചു കാലം വേണ്ടാന്ന് വെച്ചതായിരുന്നു. അതായത് സ്ലോട്ട് വന്ന സമയത്ത് അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി സ്ലോട്ടിന്റെ ഫസ്റ്റ് സീസണിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് അങ്ങ് ഒഴിവായി. നമ്മൾ അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഈ സൈഡ് വേസ് പാസിംഗ് ആണ്. അപ്പൊ നമ്മൾ ഈ വെർട്ടിക്കൽ ഡയറക്ട്നെസ് എന്ന് പറയുമ്പോൾ ഈ പ്ലേയേഴ്സ് ആകെ അഡാപ്റ്റ് ആയി, ഈ പഴയ രീതിയിൽ നമ്മൾ അഡാപ്റ്റ് ആയി. എസ്പെഷ്യലി ഗ്രാവൻബർച്ച്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ എല്ലാരും പറയുന്നു ഏത് പ്ലേയേഴ്സ് ആണ് ഇവരുടെ അണ്ടറിൽ ക്ലിക്ക് ആവുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് പ്ലെയറിനെ മേടിച്ചില്ലെങ്കിലും ഗ്രാവൻബർച്ച് വോണ്ട് സ്റ്റാർട്ട് എന്നാ തോന്നുന്നത്. അതായത് മെക്കാലിസ്റ്ററും സൊബോസലായി ആണ് ഈ പൈവറ്റ് കളിക്കാൻ ഇരയോടെ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റാവുന്ന പ്ലെയർ. അപ്പോ ഗ്രാവൻബർച്ച് ആണ് ഏറ്റവും ഡേഞ്ചർ. അതായത് ഇപ്പൊ കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അധികം കളിക്കുമോ എന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഈ വെർട്ടിക്കൽ ഡയറക്ട്നെസ് എന്ന് പറയുന്ന സാധനം ഗ്രാവൻബർച്ചിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഹി വോണ്ട് ടേക്ക് എനി കൈൻഡ് ഓഫ് റിസ്ക് ടു പാസ് ദ ബോൾ. അതൊരു പ്രശ്നമുണ്ട്. പിന്നീട് ഈ പൈവട്ട് എന്ന് പറയുന്ന ഈ ഡിഫൻസിന്റെ ലാസ്റ്റ് ലൈൻ ആയിട്ട് കളിക്കണം ഈ രണ്ടെണ്ണവും. അതും മാൻ മാർക്ക് ചെയ്യണം. നമ്പർ 10 മേലെ കയറി പ്രസ് ചെയ്യുമ്പോ ഇവിടുന്ന് കയറി വരുന്ന പ്ലെയറിനെയും മാർക്ക് ചെയ്യണം. തിരിച്ച് അത് ത്രൂ ബോൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ സെന്റർ ബാക്കിനെയും പോയിട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഈ പരിപാടി ചെയ്യുകയാണെങ്കിൽ നല്ലോണം പണിയെടുത്താലേ നടക്കൂ. അപ്പോ വൺ മാൻ ഹു കുഡ് ബി ഇൻ എ റിയൽ ഡേഞ്ചർ ഗ്രാവൻബർച്ച് ആണ്. അപ്പോ ആ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ആ മൊമെന്റില് മെക്കാലിസ്റ്റർ ആൻഡ് സൊബോസലായാണ് കളിക്കാൻ എന്താ പറയാ കൂടുതൽ സാധ്യത. നമുക്ക് പറയാം, അടിച്ചു പറയാം ഇവന്മാർ രണ്ടുപേരെ സ്റ്റാർട്ട് ചെയ്തല്ലോ, അൺലെസ് വി സൈൻ സമ്മൺ എൽസ്. അപ്പൊ ഗ്രാവൻബർച്ചിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതും
ഇങ്ങനെ ഗെയിം ടൈം കിട്ടാത്തതും വലിയൊരു പ്രഷറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓർ എയ്തർ ഹി അഡാപ്റ്റ് ടു ദ ന്യൂ മാനേജർ. അപ്പൊ ഈ അഡാപ്റ്റബിലിറ്റിനെ കുറിച്ച് സെമന്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ പല പ്ലേയേഴ്സ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മൂപ്പറുടെ ട്രെയിനിങ് മെത്തേഡ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ പിന്നീട് എല്ലാവരും ആ ഒരു ചാനലിലേക്ക് തന്നെ വന്നു എന്ന് പറഞ്ഞു. ഗ്രാൻബർജ് സ്റ്റിൽ യങ്, ഈ ഒരു ഫുട്ബോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലേ ആണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ ഡു. സോ ഞാൻ അത് നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോ ഈ പറഞ്ഞു വരുന്നത് നമ്മള് സ്വരൂപ് പറഞ്ഞ പോലെ ഇസാക്കിന് ചുറ്റുമായിരിക്കും ടീം ബിൽഡ് ചെയ്യുന്നത്. അതായത് ഇസാക്ക് ആയിരിക്കും ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ എല്ലാ പ്ലേയേഴ്സിനും. അതായത് വേറൊരു കാര്യം ഞാൻ വായിച്ചത്, ഈ പാസസ് പെർ ഡിഫൻസീവ് ആക്ഷൻസ് ടു ദ ഗോൾ, അതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് പാസസിൽ ഗോൾ അടിച്ചത് ഇവന്മാരാണ്. ഡിഫൻസീവ് ആക്ഷൻ കഴിഞ്ഞിട്ട് 2-3 പാസിന് ശേഷം ഗോൾ അടിക്കും, അത്രേ ഉള്ളൂ. വേറെ ഇങ്ങനെ സൈഡ് വേസ് പാസ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് ഗോൾ അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പൊ എവിടുന്ന് കിട്ടുമോ മിഡ്ഫീൽഡറിലേക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്പർ 10ലേക്ക് കൊടുക്കുക, സ്ട്രൈക്കറിനെ ആ പാസ് അറ്റാച്ച് ചെയ്യുക, ഗോൾ അടിക്കുക, അത്രേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ പാസിൽ ഗോൾ അടിക്കുക ഡിഫൻസീവ് ആക്ഷൻസിന് ശേഷം. അപ്പോ അതിലാണ് അതേ, അതായത് നമ്മൾ പറയാ ബ്ലിങ്ക് ഓഫ് എൻ ഐ, നമ്മൾ എത്ര കമന്ററി കേട്ടിട്ടുണ്ടാവും ക്ലോപ്പിന്റെ സമയത്ത്, ബ്ലിങ്ക് ഓഫ് എൻ ഐ ലിവർപൂൾ സ്കോർ ദ ഗോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ തിരിച്ച് കാണാൻ സാധ്യതയുണ്ട്. അതിന് ഏറ്റവും മെയിൻ ആയിട്ട് ഈ പറയുന്ന സിസ്റ്റത്തിൽ നമ്മൾ ഈ കാണുന്ന പ്ലേയേഴ്സ് അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം ഇപ്പൊ എല്ലാവരും വേൾഡ് കപ്പ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. നമ്മളിപ്പോ പ്രീ സീസൺ ഗെയിംസിൽ അക്കാഡമി പ്ലേയേഴ്സ് ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യും. ആ പിള്ളേര് വളർന്നു വരുന്ന പിള്ളേരാണ്, അവന്മാര് ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യും. ഈ ഓൾറെഡി ഡ്രിൽഡ് ആയ പ്ലേയേഴ്സ് എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ അഡാപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയണം. അതെ, അതിലൊരു ഇതും കൂടി ഉള്ളത്, ഇപ്പൊ നമ്മള് ക്ലോപ്പിന്റെ സമയത്ത് നമ്മൾ 2 രീതിയിൽ ഗോളുകളും കണ്ടിട്ടുണ്ട്. അതായത് ഒന്ന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കൗണ്ടർ അറ്റാക്കില് ഡിഫൻസീവ് ആക്ഷൻ കഴിഞ്ഞ ഉടനെ പന്തെടുത്തിട്ട് പെട്ടെന്ന് ഗോൾ അടിക്കുക. അതല്ലാണ്ട് നമ്മൾ വേറെയും ഗോൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് പാസ് ചെയ്തിട്ട്, അതായത് 20-25 പാസ്, നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഇത്ര പാസ് ചെയ്തിട്ട് നമ്മൾ ഗോൾ അടിച്ചു എന്നൊക്കെയുള്ള അങ്ങനത്തെ ഗോളും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ലിവർപൂൾ എന്ന് പറഞ്ഞ ക്ലബിൽ വരും. ബോൺമത്തിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ലിവർപൂളിന്റെ അടുത്ത് മിക്കവാറും ടീമുകളൊക്കെ ലോ ബ്ലോക്കിലേക്ക് പോകുന്ന ടീമുകളാണ്. അപ്പൊ ലോ ബ്ലോക്ക് വരുമ്പോ എന്തായാലും നമുക്ക് അങ്ങനെ അവർ അറ്റാക്ക് ചെയ്തൊന്നല്ലേ ഡിഫൻസീവ് ആക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പന്തെടുത്തുകൊണ്ടേ ഗോൾ അടിക്കുന്ന അവസ്ഥ വരുള്ളൂ. അങ്ങനെ വരും അറ്റാക്ക് ചെയ്യണ സമയത്ത്. അതല്ലാത്ത സമയത്ത് ഇവര് ലോ ബ്ലോക്കിൽ കിടക്കുകയാണ്. ലോ ബ്ലോക്കിൽ കിടക്കുമ്പോ നമുക്ക് അപ്പൊ ഇറയോളെ പറയുകയും ചെയ്തു, എനിക്ക് മറ്റേ ഹാഫിൽ കുറെ കളിക്കേണ്ടി വരിക, അങ്ങനെ ഇഷ്ടമാണ്, എനിക്ക് ലോ ബ്ലോക്കുകൾക്കെതിരെ കളിക്കാനും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള സ്ഥലത്ത് ചിലപ്പോ ഈ മൊത്തത്തിലുള്ള ഒരു വെർട്ടിക്കൽ സാധനമൊന്നും ചിലപ്പോ വർക്കൗട്ട് ആയിന്ന് വരില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ചലഞ്ച് ഉണ്ട്. അപ്പൊ ഇങ്ങനെയും കളിക്കേണ്ടി വരും ഇല്ലേ? അപ്പോ അതൊരു വസ്തുത ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന സമയത്ത് ഈ ഫുൾ ബാക്സ് ഓവർലാപ്പ് ചെയ്യും. ഞാൻ ഫുൾ ബാക്സ് ഓവർലാപ്പ് എന്ന് പറയുന്നത്, ഫ്രിംപോങ് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ദിസ് കുഡ് ബി എന്താ പറയാ ഒരു കരിയർ ചേഞ്ചിങ് ക്ലബായിട്ട് മാറും ഉറപ്പായിട്ടും, ഫിറ്റ് ആയിരുന്നെങ്കിൽ. അപ്പോ ഫുൾ ബാക്സ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോക്സിനകത്ത് 6 or 7 പ്ലേയേഴ്സ് ഉണ്ടാവും. അതാണ് അവർ ഔട്ട് നമ്പർ ചെയ്തിട്ടാണ് ഏത് സൈഡിലേക്ക് റിവേഴ്സ് ബോൾ വരാം, അല്ലെങ്കിൽ ക്രോസ് വരാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. നമ്മൾ മുമ്പ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡയറക്ഷൻ ഇല്ലാതെ അധികം പേര് കമ്മിറ്റ് ചെയ്യാതെയാണ് നമ്മൾ കളിക്കുക. അപ്പോ ഈ കാര്യം പറയുമ്പോൾ മറിച്ചൊരു കൗണ്ടർ വരുമ്പോ ഈ സെന്റർ ബാക്ക് പെയർ 1v1 ഡിഫെൻഡ് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. എസ്പെഷ്യലി VVD ആൻഡ് ജെറമി ജാക്കറ്റ്. അവന്മാർ ഐസൊലേറ്റ് ആവും ഉറപ്പായിട്ട്. മിക്ക സിനാരിയോസിലും ഈ 2 സെന്റർ ബാക്ക് ഐസൊലേറ്റ് ആവും. കുറെ 1v1 സിറ്റുവേഷൻസ് വരും ഓപ്പണന്റ് ആയിട്ട്. അപ്പൊ അതൊക്കെ നല്ലോണം ട്രെയിൻ ചെയ്തിട്ട് വേണം കളിക്കാൻ. സുദീപ് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വാൻ ഡൈക്ക് ഈസ് ലൈക്ക് ഗോയിങ് എന്താ പറയാ ഒരു സ്ലോ ഡിഫൻഡർ ആയിട്ട് മാറുന്നുണ്ട്, വയസ്സ് കൂടുന്നതിലുമുണ്ട്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ മിഡ്ഫീൽഡേഴ്സിന്റെ കവർ ഇല്ലാതെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റണം. അതൊരു പ്രൈം വാൻ ഡൈക്ക് ലെവലില് 1v1 സിറ്റുവേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ആ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കണം. അതായത് നമ്മൾ ഓപ്പണൻസിന്റെ ഹാഫിൽ ഔട്ട് നമ്പർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൈഡില് 2-3 പേരെ നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പോ 1v1 സിറ്റുവേഷൻ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുണ്ട്.
സ്വരൂപ് എന്തോ പറയാൻ വന്നല്ലോ, എന്താണ്? അത് കഴിഞ്ഞിട്ട് ഓപ്പണിലേക്ക് വരാം. ഞാൻ ഈ പ്ലേയേഴ്സിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഫ്രിംപോങ്ങിന്റെ കേസ് പറഞ്ഞില്ലേ, അയാളുടെ കരിയർ ചേഞ്ചിങ് ആവുന്ന. എനിക്ക് മറ്റേ മിഡ്ഫീൽഡിൽ പറയുകയാണെങ്കിൽ ഈ മെക്കാലിസ്റ്റർ ഇല്ലേ, എനിക്ക് സോബോസ്ലേക്കാളും കൂടുതൽ മെക്കാലിസ്റ്റർ ആണ് ഇയാളുടെ സിസ്റ്റത്തിൽ ഇത്തിരി കൂടി ഡിഫറെന്റ്, മീൻസ് കരിയർ വൈസ്, ലിവർപൂൾ കരിയർ വൈസ് അയാളുടെ പ്രൊഫൈല്, മീൻസ് ബ്രൈറ്റണിൽ കളിച്ചേർന്ന ഒരു മെക്കാലിസ്റ്ററിനെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അയാൾ നമ്മൾ ഇത്തിരി കൂടിയും അയാളെ കൺട്രോൾ ചെയ്ത് ഡീപ്പായിട്ട് കളിപ്പിച്ചേർന്നത്. അപ്പോ എനിക്ക് അയാളുടെ നാച്ചുറൽ സാധനമാണെന്ന് ആണ് ഈ പറയുന്ന ബോളും കൊണ്ട് ബോൾ ക്യാരിയിങ് ഉണ്ട് അയാളുടെ ഇതില്, ഇത്തിരി കൂടി ട്രിക്കിയാണ്, മീൻസ് ഷോർട്ട് പാസസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ആ മൊബൈൽ ആയിട്ടുള്ള ഒരു മെക്കാലിസ്റ്ററിന്റെ വേർഷൻ നമ്മള് ബ്രൈറ്റണിലല്ലാതെ ലിവർപൂളിലോ ഈവൻ വേൾഡ് കപ്പില് അർജന്റീനയ്ക്ക് വേണ്ടിയോ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഇത് ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് ശരിക്കും മെക്കാലിസ്റ്റർ. ഈ ഇറയോളയുടെ ഈ സിസ്റ്റത്തിന് പറ്റിയ ഒരു പ്രോപ്പർ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മൊബൈൽ ആയിരിക്കുമ്പോഴാണ് അയാൾ ഇത്തിരി കൂടി പ്രസ് റെസിസ്റ്റന്റ് ആവണേ. സോ ആ പ്രൊഫൈലാണ് നമുക്ക് ഈ ഇറയോളയുടെ സിസ്റ്റത്തില് അത്യാവശ്യമായിട്ട് വേണ്ടത്. ബട്ട് തിങ് ഈസ് അയാൾ സ്റ്റേ ചെയ്യോ എന്നുള്ള കാര്യം അത് ഇത്തിരി ക്യൂരിയോസിറ്റി ഇപ്പോഴും ഉയർത്തുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണത് മിഡ്ഫീൽഡില് ലിവർപൂളിൽ നോക്കുമ്പോ ഉള്ള ടീമില് സൊബോസ്ലൈക്കാട്ടിലും ഇത്തിരി കൂടി ഫിറ്റ് ആയിട്ടുള്ള പ്ലെയർ ഇതാണ്, മീൻസ് ഇറയോളയുടെ സിസ്റ്റത്തിൽ ഫിറ്റ് ആവുന്ന പ്ലെയർ ഇതാണ്. ബട്ട് അയാൾ നിക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. എന്തായാലും നമ്മള് ടാക്ടിക്സിന്റെ കാര്യം നമ്മൾ കുറെ പറഞ്ഞു, അതായത് ജനറൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കൊരു വിഷ്വൽ ഒരു സാധനം കൂടി നമുക്ക് കൊണ്ട്, നമ്മുടെ ഫോർമേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും, ഓരോ പ്ലേയേഴ്സ് ഏതൊക്കെ പൊസിഷനിലേക്കാ വരിക, അത് പന്തുള്ള സമയത്ത് പന്തില്ലാത്ത സമയത്ത് എവിടെയായിരിക്കും. ഇപ്പൊ ഗണേശ് പറഞ്ഞല്ലോ, ലോ ബ്ലോക്കിന്റെ സമയത്ത് പ്ലേയേഴ്സ് എങ്ങോട്ട് പോകും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി വിഷ്വൽ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് ഓബിന് അതൊക്കെ ഒന്നുകൂടി വിശദീകരിച്ചു തരും നമുക്ക് മനസ്സിലാവാനായിട്ട്.